നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന വെബ് പരമ്പരയുടെ 1690 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ചോദ്യോത്തര വേളയാണ്. ഈ ചോദ്യോത്തര വേളയിൽ നമുക്ക് അതിഥിയായി എത്തുന്നത് നമ്മുടെ IFPHന്റെ ആദരണീയനായ പ്രസിഡന്റ് ഡോക്ടർ ഇസ്മായിൽ സേഠ് സാറാണ്. ഈ ചോദ്യോത്തര വേളയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വരക്ക സേഠ് സാറിനെ ജോയിൻ ചെയ്യുവേ. സാറ് ജോയിൻ ചെയ്യുമ്പോഴേക്കും ധനേഷ് ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ IFPHന്റെ പരിപാടികൾ നമ്മൾ ഇടതടവില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പരിപാടികളെ കുറിച്ച് ആരും തന്നെ പ്രത്യേകിച്ച് ഒരു കമന്റുകൾ ഈടായിട്ട് തരുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ വേദനയുള്ളത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഈ വേദിയിൽ പറയാറുണ്ട്, എല്ലാവരോടും എപ്പോഴും പറയാറുണ്ട്. നമ്മൾ ഈ പരിപാടി കാണുന്നത് കൂടാതെ IFPHനെ സാമ്പത്തികമായിട്ട് സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കാശ് അയക്കുക മാത്രമല്ല, നമ്മുടെ ഈ വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മുഴുവൻ കേൾക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിലൊരു ലൈക്ക് അടിക്കുക. നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള 1-2 ഫാമിലി ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിൽ വെറുതെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഹോമിയോപ്പതിയോട് താല്പര്യമുള്ള ആൾക്കാരുകൾ അത് കാണുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുക വഴി നമുക്ക് നമ്മുടെ വരുമാനത്തിലോട്ട് ചെറിയൊരു ഇൻകം കൂടി വരും. നമുക്ക് ഇൻകം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സമയമാണ് നമ്മുടെ എല്ലാ പരിപാടികൾക്കും. അപ്പം നമുക്കറിയാം മറ്റ് സെഷനുകളിലൊക്കെ എല്ലാവരും സാമ്പത്തിക പിരിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ ഹോമിയോപ്പതി പ്രൊമോഷന് വേണ്ടിയുള്ള ഒരു സംഘടന ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ സാമ്പത്തികം ആൾക്കാരോട് മേടിച്ചുകൊണ്ട് വെബിനാറുകൾ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള സോഴ്സുകൾക്ക് വേണ്ടി ദയവ് ചെയ്ത് എല്ലാവരും, നമ്മൾ ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും ഷെയർ ചെയ്യാറുണ്ട്, ജസ്റ്റ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഇംഗ്ലീഷും മലയാളമെങ്കിലും മാത്രം അറ്റ്ലീസ്റ്റ് കാണണമെന്നില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് അതിലൊന്ന് ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് IFPHന് ഒരു ബെനിഫിറ്റാണ്. നിങ്ങൾ ഷെയർ ചെയ്യുക വഴി പല ആൾക്കാരും കൂടുതൽ പേഷ്യൻസ് നിങ്ങളിലോട്ട് വരികയും ചെയ്യും. കാരണം ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുമ്പോഴത് ഹോമിയോപ്പതിയെ കുറിച്ചുള്ള അവയർനെസ്, ഇതൊക്കെ ഈ അൾസർ കേസൊക്കെ ക്യാൻസർ ഇതൊക്കെ ഹോമിയോപ്പതി കൊണ്ട് മാറുമോ എന്ന് പല ആൾക്കാരും അറിയുന്നത് ഇങ്ങനെയാണ്. നമ്മളൊക്കെ എല്ലാവർക്കും ഹോമിയോപ്പതി ക്യാൻസറിന്റെ ചികിത്സ ഉണ്ടെന്ന് എഴുതി വെക്കാൻ പറ്റില്ല. അപ്പൊ ഇന്നലെ ഡോക്ടറെ സേഠ് സാറ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ സാറിനോട് ഈ വിഷയം പറഞ്ഞപ്പോൾ സാറ് ചോദിച്ചത് നമുക്ക് എന്ത് വിഷയമാണ് വേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്കിങ്ങനെ ഹോമിയോപ്പതി സാറിനോടൊപ്പമുള്ള ഒരു പരിപാടി തന്നെ ചെയ്യാം. അതിൽ ഉദര രോഗങ്ങൾക്ക് കുറിച്ചുള്ള സാറിന്റെ അനുഭവങ്ങൾ സാറ് പങ്കുവയ്ക്കും, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഈ രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഡോക്ടറെ സാറിനെ സ്വാഗതം ചെയ്യും. ഓക്കെ, സേഠ് സാറ് സാറേ നമസ്കാരം. നമസ്കാരം. ഫുൾ റേഞ്ച് വരുന്നില്ലല്ലോ, എന്താണ്? റേഞ്ചുണ്ട്, കേൾക്കാം. അല്ല, നമ്മുടെ സ്ക്രീനെ ഫുൾ ആയിട്ട് വരുന്നില്ല. അതിപ്പോ ആക്കാം സാറേ. സാറിന്റെ ഫേസ് ക്രമീകരിക്കാവോ അല്പം കൂടെ? സാർ ഇരിക്കുന്നതേ കുറച്ചുകൂടെ ഒന്ന് ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. സാറിന്റെ ഇടയ്ക്കിടയ്ക്ക് മുഖത്തിന്റെ പകുതിയായി പോകും. കുറച്ചുകൂടെ ഒന്ന് സാറിന്റെ മൊബൈൽ ഒന്നും കൂടി ഒന്ന് ഒരുപാട് ഉയരത്തിലായി പോകും. ഇപ്പൊ കുഴപ്പമില്ല സാറേ. ഇപ്പൊ കാണാം. ഇപ്പൊ സാറ് മാറിപ്പോയില്ല. സാറിനെ തന്നെ സാറിനെ കാണാം. പക്ഷെ ഇടയ്ക്ക് വീണ്ടും വരെ കാണുന്നുള്ളൂ. ഞാൻ ക്യാമറ വലിയ ക്യാമറ അല്ല വെച്ചത്, ചെറുതാണേ. പക്ഷെ ഇപ്പൊ ഫേസ് മാത്രമേ കാണുന്നു. സാറേ ഇരിക്കുമ്പോ ഒന്നുകൂടെ ഒന്ന് പതുക്കെ ഒന്ന് മുമ്പോട്ട് പതുക്കെ പുറകോട്ടൊന്ന് മാറ്റിക്കുക എന്റെ സ്ക്രീൻ. അപ്പൊ കറക്റ്റ് ആയിട്ട് വരും. ഇപ്പൊ ശരിയായി. അത് മതി. അത് മതി. അപ്പൊ എനിക്ക് ഫുൾ സ്ക്രീൻ കാണണമെന്ന്. സാറിനെ ഫുള്ളിലാക്കാൻ പോവാണ്. അപ്പൊ സന്തോഷം. അപ്പൊ സാറിന്റെ ഒരു ക്ലാസ് വന്നിട്ട് കുറച്ച് ദിവസമായി. എന്തായാലും വളരെ സന്തോഷം സാർ ഇന്ന് നമ്മളെ ഈ പ്രോഗ്രാമിൽ എത്തിയതിൽ. അപ്പൊ ഇന്ന് ഉദര സംബന്ധമായ രോഗങ്ങൾ കുറിച്ച് ചോദ്യോത്തര വേളയാണ്. അപ്പൊ സാറിനോട് സംശയങ്ങൾ ചോദിക്കാനുള്ളവരെല്ലാം ചോദ്യങ്ങൾ കരുതി വെക്കുക.
ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് വന്ന് ചോദിക്കാം. അപ്പോ നമുക്ക് ആമുഖമായിട്ട് ഉദര സംബന്ധമായ രോഗങ്ങളെ കുറിച്ച് സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം ഞാൻ പറയാം അതിൽ തുടങ്ങാം. ഓക്കെ. എന്റെ സ്ക്രീൻ കാണാത്തോണ്ട് വൈമനുഷ്യം എന്താണ് അതെന്താ കാരണം? ധനേഷ് ഡോക്ടറെ ഒന്ന് പരിഹരിച്ചു കൊടുക്കണേ. ധനേഷേ എന്നെ ഞാൻ കാണുന്നില്ല, നിങ്ങളെ. ധനേഷ് ഡോക്ടർക്ക് സാറിനെ കാണാൻ വയ്യെന്നാ പറയുന്നത്. എന്നെ കണ്ടാലേ എനിക്കൊരു മതിപ്പുണ്ടാവുള്ളൂ. അതാണ് സ്വയം മതിപ്പുണ്ടെങ്കിൽ ക്ലാസ് നന്നാവും. ധനേഷ് ഡോക്ടർ സാറ് നന്നായിട്ട് കാണാം ഇപ്പോഴേ. സാറിനെ കാണാൻ എനിക്ക് കാണുന്നില്ല. കാണുന്നില്ലെന്നാണ് പറയുന്നത്. അതെന്ത് ചെയ്യാൻ സാറിന്റെ ക്യാമറയിൽ സാറേ അതെന്താന്നറിയാവോ? നമ്മൾ സംസാരിക്കുമ്പോഴേ ഫോണിലാകുമ്പോഴ് എല്ലാരെയും കാണത്തില്ല. ആ സംസാരിക്കുന്ന ആളെ മാത്രമേ കാണുള്ളൂ. അതേസമയം അതല്ല, മാത്രമല്ല സ്ക്രീനിലെ എല്ലാം ഇതും കാണുന്നുണ്ടേ. ആളല്ല നമ്മുടെ സ്ക്രീനിന്റെ ഭാഗങ്ങൾ കാണുന്നത്. അതിന്റെ ശൈല ഡോക്ടറെ കാണാം, പിന്നെ നമ്മുടെ ജയചന്ദ്രൻ ഡോക്ടറെ കാണാം. സാറിന് എന്നെ കാണാവോ? കാണാം. നിങ്ങളെ മാത്രമേ കാണാവൂ. ജയചന്ദ്രൻ ഡോക്ടറെ കണ്ടൂടെ? ഇല്ല. അയ്യോ, അതെന്താണോ? ജയചന്ദ്രൻ ഡോക്ടറെ കണ്ടാലേ എനിക്ക് സംസാരം വരൂ. അതെ, ക്യാമറയുടെ സെറ്റിങ്ങിന്റെ ആണെന്ന് തോന്നേ. ആണോ? അതെ അതെ അതെ. അപ്പോൾ സാറില്ല, ഞാൻ സംസാരിച്ചോളാം. കുഴപ്പമില്ല സാറേ. അപ്പൊ അതെ, ജയചന്ദ്രൻ ഡോക്ടർ സംസാരിക്കാത്തോണ്ടായിരിക്കും കാണാത്തത്. സംസാരിച്ചാൽ കാണാൻ ചിലപ്പോ. ഗ്രൂപ്പ് മോനല്ലേ എക്സ്പെർട്ടാ. പക്ഷേ ഹലോ, കാണാവോ? ഇപ്പൊ ജയചന്ദ്ര ഡോക്ടറെ കാണാവോ? ഇല്ല കണ്ടില്ല. അല്ലേ ആരെയും കാണുന്നില്ല. ഞാൻ നിങ്ങളെ മാത്രമേ കാണാവൂ. ഇപ്പൊ കണ്ടു. എന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. സവ്യ, മോനെന്തിയെ? ജമി എന്തിയെ? പുറത്തു പോയാ? മുളകി കുടിച്ച ഇത് ഫുള്ള് കാണുന്നില്ല നമ്മുടെ. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ എല്ലാം കാണാം. സാറിനെയും കാണാം. ഓക്കെ ഇപ്പൊ കണ്ടു. സാറിന് കാണാം അല്ലേ? ശരി സാർ. വേറെ എല്ലാം കാണുന്നില്ല. ഓക്കെ സാർ. ഇപ്പൊ സന്തോഷമായി. ഡോക്ടർ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ആരെ? ഞാനോ? തിരുവനന്തപുരത്ത് ജയചന്ദ്രന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ആമുഖമായിട്ട് പറയാനുള്ളത്, അബ്ഡോമിനൽ കംപ്ലൈന്റ് പറയുമ്പോൾ അക്യൂട്ട് അബ്ഡോമൻ എന്ന് പറയും. അക്യൂട്ട് അബ്ഡോമൻ നമ്മളെല്ലാവരും പഠിച്ചുള്ള കാര്യങ്ങൾ അല്ലേ? ഒരു 9, 10, 8, 9 കണ്ടീഷൻസ് ഉണ്ട്. അത് തരണം ചെയ്യാം. നമുക്ക് തരണം ചെയ്യാൻ മാത്രമല്ല ഹോമിയോപ്പതിക്കാരനും അലോപ്പതിയുമായിട്ട് കോമ്പറ്റേറ്റീവ് ആവത്തുള്ളൂ. അല്ലെ നമ്മളിങ്ങനെ പറഞ്ഞു പോയാൽ അത് പറയും അവര് സീനാ പോലത്തെ ചികിത്സിക്കും, നെക്സോമിക്ക ചികിത്സിക്കും എന്നൊക്കെ പറഞ്ഞു വരും. നമ്മുടെ അക്യൂട്ട് അബ്ഡോമിൻ ചികിത്സയായിട്ട് അത് ആരും മതിച്ച് പറയത്തില്ല. അത് പറയണമെങ്കിൽ നമ്മളതിനെപ്പറ്റി കുറച്ച് ഗ്രാഹ്യം നമുക്ക് ഉണ്ടാവണം. ഉണ്ടെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യത്തെ അതൊന്നും ഞാൻ പറയാം. അപ്പൻഡിസൈറ്റിസ് എത്രയോ കേസുകൾ നമ്മൾ മര്യാദയ്ക്കുണ്ട്. സർജറി ചെയ്ത സാധനം ചെയ്യാൻ വേണ്ടി വെച്ച ടേബിളിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളുകൾ സർജറി മാറിയിട്ട് ചികിത്സ കൊണ്ട് മാറിയിട്ടുണ്ട് രോഗങ്ങളുണ്ട്. എന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ ഗോൾ ബ്ലാഡർ കാൽക്കുലേ, സ്ട്രാങ്കുലേറ്റഡ് ഹെർണിയ, ഇൻസെൻസിനൽ സസെപ്ഷൻ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കുടൽ തിരിച്ചെന്ന് പറയാനല്ലേ, കുടൽ മറിഞ്ഞു പോവുക എന്നൊക്കെ പറയാറുള്ളത് അതാണ്. റീനൽ കോളിക് ഫ്രോം ദ റീനൽ കാൽക്കുലേ, യൂറിനറി ഇൻഫെക്ഷൻസ്, അക്യൂട്ട് ഗാസ്ട്രൈറ്റിസ്, ഫുഡ് പോയ്സണിങ്, മെസെൻട്രിക് ലിംഫാഡിനൈറ്റിസ്. ഇപ്പൊ ഒരുപാട് കേസ് കാണുന്നുണ്ട്. മെസെൻട്രിക് ലിംഫാഡിനൈറ്റിസിന് ഒരുപാട് കേസുകൾ വന്നിട്ട് അക്യൂട്ട് അബ്ഡോമിനായിട്ട് വന്ന് ആളുകൾ അനാവശ്യമായ സർജറി ചെയ്തിട്ട് കുട്ടികളെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് പിള്ളേർ വരുന്നുണ്ട്. അപ്പം വന്നവരൊക്കെ എൻ്റെ അടുത്ത് വന്നവരൊക്കെ രക്ഷപ്പെട്ട് പോകുന്നുണ്ട്.
അതുപോലെ ഹോമിയോപ്പതി ഡോക്ടറെ അടുത്ത് മോഹനത്ത് വരെയൊക്കെ രക്ഷോട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുമ്പോൾ അപ്പൻഡിസൈറ്റിസിന് എന്താണ്? ആ ഒരു ഗ്ലാൻഡ് നമുക്ക് അവിടെ ഉണ്ട്, അന്നസറി ഗ്ലാൻഡാണ്, അങ്ങനെ അന്നസറി ഒരു ഫോർമേഷനാണ്. അതിന് ഇൻഫെക്ഷൻ വരുമ്പോഴാണ് ഉണ്ടാകുന്നത്. അതിനകത്ത് കല്ല് കയറുക, അല്ലെങ്കിൽ വിരകൾ കയറുക, അങ്ങനെ അക്യൂട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ് അപ്പൻഡിസൈറ്റിസ് ഉണ്ടാകുന്നത്. അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സർജിക്കൽ കേസുമുണ്ട്, നോൺ സർജിക്കൽ കേസുമുണ്ട്. സർജിക്കൽ കേസ് എന്ന് പറയുമ്പോൾ വേംസ് അകത്ത് കടന്ന് കൂടുക, അല്ലെങ്കിൽ ഹൈലി സ്റ്റോൺ വന്ന് കുടുങ്ങുക, അങ്ങനെയുള്ള സർജറി ചെയ്തേ പറ്റുള്ളൂ. നമ്മളെ വെച്ച് കളിക്കാൻ പാടില്ല. അതിന് വെച്ച് കളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ നമ്മളെ അബ്ഡോമൻ എക്സാം ചെയ്യുന്നവർക്ക് മനസ്സിലാവും. എക്സാം ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്കത് നമ്മുടെ കൈ കൊണ്ട് നിൽക്കുന്നതാണോ അല്ലെങ്കിൽ സർജറി വേണോ എന്നുള്ള കാര്യം. അപ്പോൾ അത് തുറന്ന് തന്ന് ആദ്യം പറയുകയാണെങ്കിൽ ഗുണം വെച്ചാൽ, നമ്മളൊരു കേസ് മിയർ സർജിക്കൽ കേസ് റെഫർ ചെയ്ത് വിട്ടാൽ അലോപ്പതിയുടെ നമുക്കൊരു മാന്യത കിട്ടും, ഒരു ബഹുമാനം ഉണ്ടാവും. അത് നമ്മൾ വെറുതെ പറഞ്ഞിട്ടുണ്ടാവില്ല, അത് അവർ ചികിത്സിച്ചിട്ട് പറ്റാതെ നമ്മുടെ വിട്ടുകയാണെന്ന് പറയും. നമ്മൾ റെഫറൻസ് ലെറ്റർ വഴി അയച്ചു കൊടുക്കണം. അപ്പൻഡിസൈറ്റിസ് ആണ്, ഇന്നാണ്, ഐ എം സസ്പെക്ടിങ് ദാറ്റ് included in the mass or stone is included in the mass or acute infection. There is no chance of any medical treatment, surgical case, kindly do it, kindly favor the patient. ഇന്ന് പറഞ്ഞ റെഫറൻസ് ലെറ്ററും കൂടെ അയച്ചു കൊടുത്താൽ നമുക്കൊരു മാന്യത ഇവിടെ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് റീനൽ സ്റ്റോണിലേക്ക് വന്നാലും സ്റ്റോൺ വന്നിട്ട് നമ്മൾ ആദ്യം ചികിത്സിക്കാൻ വേണ്ടി പോയി, പറ്റിയില്ല, പിന്നീട് വഷളായി, പിന്നെ നമ്മൾ പറഞ്ഞു വിട്ടുപോകും. അവർ പറയും, ഓ ഹോമിയോപ്പതിക്കാരൻ വെച്ച് തണുപ്പിച്ച് നാശമാക്കി ഇപ്പൊ വിട്ടിരിക്കുന്ന നമ്മുടെ അടുത്ത് കിട്ടും. അതല്ല, സ്റ്റോണിന്റെ വലിപ്പം പറഞ്ഞാൽ മൾട്ടിപ്പിൾ സ്റ്റോണാണ്, വലിപ്പമുണ്ട്, നെക്കിന് കൊണ്ട് ഒക്കളൂടി നിൽക്കുകയാണെന്ന് സ്കാൻ എല്ലാം കാണാമല്ലോ, സാറിന് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ശരിയൊരു അഡ്വൈസ് കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരുടെ ഇടയിൽ നമുക്കൊരു ബഹുമാനം ഉണ്ടാവും. നമ്മളായിട്ട് നമുക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളെ പല ആളുകളെയും അലോപ്പതിക്കാരും ബഹുമാനിക്കുന്നില്ല, മാനിക്കുന്നില്ല. അതാണ് സത്യം. അത് മാനിക്കണമെങ്കിൽ നമ്മൾ പത്തോളജി എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം, കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം, സർജിക്കൽ കേസാണോ നോൺ സർജിക്കൽ കേസാണെന്ന് മനസ്സിലാക്കണം. അവരെ സംബന്ധിച്ചോളം എല്ലാം സർജിക്കൽ കേസായിരിക്കും. നമുക്കത് അതിനകത്ത് ഒരുപാട് കേസുകൾ നോൺ സർജിക്കൽ ഉണ്ടാവും. നമ്മൾ ആ രീതിയിൽ തരണം ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ മതിപ്പാണ്, അവരും നമ്മുടെ മതിപ്പ് ഉണ്ടാകുക. ഹോമിയോപ്പതിക്കാരൻ ഇപ്പം അങ്ങനെയല്ല, പഴയ പോലെ ഒന്നും അല്ല എന്ന് വരും. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കോളിക്ക് വന്ന് മൾട്ടിപ്പിൾ സ്റ്റോൺ വന്ന് ഒരെണ്ണം വന്ന് ബ്ലോക്കായി നിൽക്കുകയാണ് നെക്കില്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു മരുന്ന് കൊണ്ട് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല. അത് സർജറി തന്നെ ചെയ്യണം, സർജറി റിമൂവ് ചെയ്യാലേ പറ്റുള്ളൂ. അതിന് മൾട്ടിപ്പിൾ സ്റ്റോൺ, 1-2 സ്റ്റോണൊക്കെ ആണെങ്കിൽ പിന്നെയും നമുക്ക് മാറ്റാൻ പറ്റും. ഒന്നിൽ കൂടുതൽ സ്റ്റോണാണ്, 5-6 സ്റ്റോണാണ് പാക്ക് ചെയ്ത് നിൽക്കുക എന്ന് വെച്ചാൽ കൈൻഡ്ലി റെഫർ ദ കേസ് ഇമ്മീഡിയറ്റ്ലി ടു ദ സർജൻ. അവരെ രക്ഷപ്പെടുത്തിക്കോളും. മനസ്സിലേ? അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കേസുകളാണ് മനസ്സിലാക്കുന്നത്. അതിന് സ്ട്രാങ്കുലേറ്റ് ഹെർണിയ വന്ന് അബ്ഡോമിനൽ ഹെർണിയ വന്നു, പെയിൻ വന്നു, നമ്മൾ മരുന്ന് കൊടുത്ത്. അത് ഫോണിലാണ് കൊച്ചുമോ വന്ന് വായിച്ചത് പോയതന്നെ. സ്ട്രാങ്കുലേറ്റ് ഹെർണിയ ആകുമ്പോഴേ അഫ്ലിക്കൽ ഹെർണിയ വന്നു, അല്ലെങ്കിൽ ഇൻഗുലിയൽ ഹെർണിയ വന്നു, നമ്മളത് ട്രീറ്റ് ചെയ്തു. ചിലപ്പോൾ മാറ്റം ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ സ്ട്രാങ്കുലേഷൻ വന്നുപോയാൽ അതെന്താണെന്ന് മനസ്സിലാക്കണം. സ്ട്രാങ്കുലേഷൻ വന്നു കഴിയുമ്പോൾ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാകും, ആ സിംറ്റംസ് അഡോപ്റ്റ് ചെയ്തിട്ട് പേഷ്യന്റിനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പേഷ്യന്റ് രക്ഷപ്പെടുത്താൻ പറ്റും. അല്ലെങ്കിൽ ഈ പേഷ്യന്റ് നാളെ കുറ്റപ്പെടുത്തി പറയും, ആ ഡോക്ടർ നമ്മളെ കുറിച്ച് വഷളാക്കി നാശമാക്കി അവസാനം സർജറി ചെയ്യേണ്ടി വന്നു, ആദ്യം പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ പറ്റി കുറ്റപ്പറയ വരും. അത് പറയാതിരിക്കണമെങ്കിലാണ് നമ്മുടെ കണ്ടീഷൻ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ആ കണ്ടീഷൻ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല മതിപ്പും ഉണ്ടാകും, പേഷ്യൻ്റെ ഇടയിൽ മതിപ്പുണ്ടാവും, ഡോക്ടർ മറ്റുള്ള ഇതര വൈദ്യശാസ്ത്രത്തിന് വേണ്ടി മതിപ്പുണ്ടാവും. അതേ പിന്നെ ഓർഡിനറി ലുക്കിലായിരിക്കും നമ്മൾ അവരെ കാണുക. ഇപ്പൊ സ്ട്രാങ്കുലേഷൻ ഹെർണിയ എന്ന് കഴിഞ്ഞാൽ അബ്ഡോമൻ ഹെർണിയ ആണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ചുറ്റും ഒരു 2-3 ഇഞ്ച് വിസ്തീർണത്തില് ഭയങ്കര ടെൻഡർ ആയിരിക്കും അബ്ഡോമൻ, ഭയങ്കര ടെൻഡർ ആയിരിക്കും. ആ ടെൻഡറിനകത്ത് മാറ്റിയാൽ മാത്രമേ പറ്റുള്ളൂ. ആ മാറ്റണമെങ്കിൽ ആ സ്ട്രാങ്കുലേഷൻ മാറിയാലേ പറ്റുള്ളൂ. ഒരു ഇൻഗുലിയൽ ഹെർണിയ ആണെങ്കിലും വന്ന പെയിൻ വല്ലാണ്ട് വഷളായി, പേഷ്യന്റ് വല്ലാണ്ട് എക്സെപ്റ്റ് ചെയ്തു, അത് വന്ന് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അതും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതെല്ലാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ പൾസാറില്ലാത്ത അരിസ്റ്റെനക്സ് കോമൺ മെഡിസിൻ ആണല്ലോ. അരിസ്റ്റെനക്സ് എന്ന് പറയുന്നത് അത് കോമൺ മെഡിസിൻ ആണ്. ഞാൻ ഇന്നലെയും കൊടുത്തു ഒരു പേഷ്യന്റ്,
പെയിൻ കൊടുത്തിട്ട് മാറ്റി അവൻ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയി. ഒറ്റ ദിവസം കിടത്തിയുള്ളൂ ഇവിടെ ഒരു ദിവസം ഒബ്സർവ് ചെയ്യും, മരുന്ന് കൊടുക്കും, മാറ്റി കഴിഞ്ഞാൽ വിട്ടേക്കും. 2-3 ഡിസ്ചാർജ് പോയി ഞാൻ പേഷ്യൻ്റ്. അപ്പോൾ സ്ട്രാങ്കുലേറ്റഡ് ആയിട്ട് വന്ന കേസാണ്, അത് ശരിയായി കഴിയും. അബ്ഡോമിനൽ കേസാണ്. ഒരു വയസ്സായിരുന്ന ഒരാൾ കിടപ്പുണ്ട് അവിടെ, അയാൾ വയറ്റിനകത്ത് ടാഗെല്ലാം കെട്ടിയിരിക്കുക, അത് തള്ളി പോകാതിരിക്കാൻ വേണ്ടി. ഇപ്പം നോക്കിയപ്പോൾ കാലിൽ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ കാലിൽ ഭയങ്കര നീരുമുണ്ട്. ഞാൻ പറയുന്നത് കുറച്ച് ബ്ലോക്ക് ആയിരിക്കുകയാണ്, നിങ്ങൾ ഒരു സർജനെ കാണിച്ചാൽ കൊള്ളാം. ഞാൻ ഇന്നലെ നോക്കി, ഇന്ന് നോക്കി, ഇന്ന് എനിക്ക് ഇത്ര നന്നായിട്ട് തോന്നുന്നില്ല. ഞാൻ ഉടനെ റെഫർ ചെയ്ത് ലെറ്ററും കൊടുത്ത് വിട്ടു, പേഷ്യൻ്റെ വിട്ടു. അവരവിടെ പോയി അഡ്മിറ്റ് ചെയ്യുന്നു. നാളെ രാവിലെ സർജറിയാണ്. ഇത് പ്രായമുള്ള മനുഷ്യൻ, ഒരു 76 വയസ്സുള്ള മനുഷ്യനാണ്. അബ്ഡോമിനൽ ഹെർണിയാണ്, സ്ട്രാങ്കുലേഷനായി പോയി. അത് ഇൻഗുനൽ ബ്ലോക്ക് വന്നു അതിൻ്റെ പേരിൽ കാലിൽ നീര് വന്നു. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട. കാലിൽ നീര് വന്നാൽ കോൾഡ്നെസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം ബ്ലോക്ക് ആയെന്ന്. ഹീറ്റ് ആണെങ്കിലും മനസ്സിലാക്കണം ബ്ലോക്ക് ആണെന്ന്. രണ്ടാണെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കി കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സിംറ്റമെറ്റോളജിക്കൽ മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സിംറ്റമെറ്റോളജിക്കലായിട്ട് ഇപ്പോൾ പെയിൻ്റെ കാര്യത്തിൽ എങ്ങനെ സിംറ്റം അപ്പൻസൈറ്റിസ് വന്നാൽ സഡനായിട്ട് പെയിൻ വരും. സഡൻ പെയിൻ വന്ന് വൊമിറ്റിങ് വരിക, പേഷ്യൻ്റ് ടെൻഷനായി പോവുക. അതിന് സഡനായിട്ട് വരികയാണെങ്കിൽ ബെല്ലഡോണ കൊടുത്താലേ മാറുള്ളൂ. നമ്മുടെ ബെല്ലഡോണ നമ്മൾ നിസ്സാരപ്പെട്ട മരുന്നല്ല, അത് ഫീവറിന് മാത്രമുള്ള മരുന്നല്ല. ബെല്ലഡോണ അക്യൂട്ട് അപ്പൻഡിസൈറ്റിന് കൺകണ്ട ദൈവമാണത്. അല്ലേ, ഞാൻ 2-3 കേസ് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഫോളോഡ് ബൈ പൾസാറ്റിൽ ബെല്ലഡോണ കൊടുത്തു കഴിഞ്ഞാൽ ഫോളോ ബൈൻ്റെ മരുന്ന് പൾസാറ്റിലാണ്. ബെല്ലഡോണ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡോസ് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള കേസാണ്. അപ്പം പൾസാറ്റിൽ 200 അടുപ്പിച്ച് 4th അവറിൽ കൊടുത്താൽ ആ റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല, പേഷ്യൻ്റ് കംപ്ലീറ്റ് ആയിട്ട് സുഖമായി പോകും. ഇത് നമ്മൾ ചില കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സിലായിട്ടുള്ള ധാരണ ഉണ്ടാവണം. ധാരണ ഉണ്ടെങ്കിൽ പറ്റുള്ളൂ. ഗ്രാജുവലായിട്ട് പെയിൻ വരിക, പെയിൻ പതുക്കെ കൊണ്ട് മാക്സിമം എത്തുക. എന്താണ് പൾസാറ്റിലാണ്. ഓൾ ഓൺ സഡൻ വരികയാണെങ്കിൽ ആലക്സ് വരും, മറ്റേ നെക്സോമിക്ക വരും, കോളോസിന്ത് വരും, ബെല്ലോണ വരും. ബെല്ലോണ വരണമെങ്കിൽ പെയിൻ്റെ കൂടെ ഏറ്റവും ഹീറ്റ് ഉണ്ടാവണം. നല്ല ഹീറ്റ് ഉണ്ടാകണമെങ്കിൽ ബെല്ലോണാണ്. പേഷ്യൻ്റ് ഡെലിവറി ഇതാവും, ക്ഷമിക്കത്തില്ല, അവർ ഭയങ്കര പ്രാണം കാണിക്കും. അതും ബെല്ലോണയുടെ മെയിൻ സിംറ്റമാണ്. അപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇൻറ്റർസെപ്ഷൻ ഉള്ള കേസ്, ഇൻറ്റർസ്റ്റൈനൽ ഇൻറ്റർസെപ്ഷൻ കുട്ടികൾക്ക് ഇപ്പം പലരും കുടലും മറിഞ്ഞു പോയി. എന്നിട്ട് വാട്ടറി സ്റ്റൂളാണ്, വാട്ടറി വൈറ്റ് സ്റ്റൂൾ. നമ്മളെ തോക്ക് കലക്കിയ പോലെ സ്റ്റോളാണ് പോവുക, സ്റ്റൂളാണ് ഉണ്ടാവുക, കൂടെ പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര പെയിനും ഉണ്ടാവും. അങ്ങനെ കണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് സ്ട്രാങ്കുലേഷൻ ഇൻറ്റൻഷൻ ഒരു പത്തോളജി പ്രിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടത്. അവിടെ നോർമലായിട്ടുള്ള സിംറ്റമെറ്റോളജി പ്രിസ്ക്രിപ്ഷൻ പോഡോഫൈലം കൊടുത്താൽ പോരാ. പോഡോഫൈലം ചിലപ്പം മാറ്റം ഉണ്ടാവും, ചിലപ്പോൾ മാറില്ല. അതുകൊണ്ട് ആദ്യമേ കയറി കൊടുക്കേണ്ടത് ഒരു ഡോസ് കോളോസെന്താണ്. കോളോസെന്ത് പറഞ്ഞാൽ സ്ട്രാങ്കുലേഷൻ മാറ്റണം. കുപ്രമെറ്റ് വരികയാണെങ്കിൽ പെയിൻ വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റ് കൈ ഇങ്ങനെ മിസ്റ്റ് വെച്ചിട്ട് ഈ തമ്പില് ഉള്ളോട്ട് വലിച്ചു വെക്കും. ഇങ്ങനെ കാണാവോ? ഈ തമ്പ് ഉള്ളോട്ട് കളിച്ചിട്ട് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അത് കുപ്രമെറ്റിന്റെ സിംറ്റമാണ്. ഏത് സിംറ്റത്തിന് പെയിൻ ആണെങ്കിലും പേഷ്യൻ്റ് ഇങ്ങനെ പുറത്തോട്ട് വെച്ചിട്ടിരിക്കുകയാണെങ്കിൽ വേറെ മരുന്നാണ്. കോളോസൊന്നും മറ്റുള്ളവർക്ക് വരും. കുപ്രമെറ്റ് വേണമെങ്കിൽ കൈ തമ്പ് ഉള്ളോട്ട് വെച്ചിട്ട് അമുക്കി പിടിക്കും, ഭയങ്കര അമുക്കി പിടിക്കും. എന്നിട്ട് കൈ വരച്ചോണ്ടിരിക്കും അവരുടെ. അത് കുപ്രമെറ്റാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെയിൻ ഉടനെ മാറ്റാൻ പറ്റും. അതുപോലെ റീനൽ കോളിക്കാണ്. റീനൽ കോളിക്ക് വന്നാൽ നമുക്ക് ഒരുപാട് മരുന്നുണ്ട്. റീനൽ കോളിക്ക് എന്താണ് മറ്റേ ഇല്ലാത്തത്? നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ റീനൽ കോളിക്കിന് സൈസ് എത്രയാണ്, റീനലിന്റെ സ്ട്രോണിന്റെ സൈസ് എത്രയാണ്. അതൊരു 1 താഴെയാണെങ്കിൽ 1.2 ഒക്കെ ആണെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റും. 1 താഴെയാണ് തീർച്ചയായിട്ടും നമുക്ക് ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റും. അത് 1.5 1.6 ആയാൽ അത് പെയിൻ്റെ കാര്യത്തിനനുസരിച്ച് നമ്മൾ ചികിത്സിക്കുക, അതിൻ്റെ ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ട് മാറ്റുക. അതന്നെ സർജറി ചെയ്യിപ്പിക്കുക. നമ്മൾ അക്യൂട്ടായിട്ട് ചില കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ ടൈമിലിയുള്ള അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല പേര് കിട്ടും. ആ ഡോക്ടർ ഡയഗ്നോസ് കറക്റ്റായിട്ടാണ് എന്ന് പറയും. പലപ്പോഴും നമുക്കുണ്ടാകുന്ന കാര്യം നമ്മൾ വെച്ച് താമസിപ്പിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള അക്യൂട്ട് പെയിൻ വന്നാൽ തീർച്ചയായിട്ടും 1-2 മണിക്കൂറിൽ കൂടുതൽ ചികിത്സിക്കാൻ പാടില്ല.
അതുകൊണ്ട് സിംറ്റം കറക്റ്റായിട്ട് കിട്ടിയാൽ 2 മണിക്കൂറിൽ 1 മണിക്കൂറിൽ പെയിൻ കൺട്രോൾ ആവും. പെയിൻ കൺട്രോൾ ആയി പേഷ്യന്റ് കാമാവും. അങ്ങനെയാണെങ്കിൽ ഫർദറായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ട് കാമാവുന്നില്ല, പിന്നെയും വയലന്റായിട്ട് പെയിൻ വരികയാണെങ്കിൽ ഇറ്റ് ഈസ് എ കേസ് ഓഫ് സർജിക്കൽ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് നമ്മൾ ഉടനെ റെഫർ ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ അവർക്കും നമ്മളെ പറ്റി മതിപ്പുണ്ടാവും, രോഗിക്കും മതിപ്പുണ്ടാവും. നാളെ രോഗി വളരെ കൈകൂപ്പി എന്ന് പറയാം, സാറേ അന്ന് സാർ ഉടനെ വിട്ടോണ്ട് ഞാൻ രക്ഷയായിട്ട് വിട്ട ആ ഡോക്ടർമാരൊക്കെ പറഞ്ഞു. എന്റെ ഒരുപാട് ബന്ധം അത് പറയാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാല്. അപ്പൊ നമ്മൾ അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ പേഷ്യന്റ് എന്താണ് ആവശ്യമുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് ചികിത്സിക്കുക. പിന്നീട് നമുക്ക് ഉണ്ടാകുന്ന യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോഴും അക്യൂട്ട് പെയിനാണ് ഉണ്ടാകുക, അല്ലേ? അക്യൂട്ട് പെയിൻ ഉണ്ടാകും യൂറിൻ ഇൻഫെക്ഷൻ വരുമ്പോൾ. അവിടെ എന്താ നമ്മൾ കൊടുക്കാൻ പറ്റിയത്? കാൻതാരിസ്, അല്ലെ കോളോസിൻസ്, അല്ലെങ്കിൽ പൾസാറ്റില. ഇതൊക്കെയാണ് സാധാരണ കോമൺ ആയിട്ട് വരുന്നത് ഇൻഫെക്ഷൻ. മക്സോൾ വരികയാണെങ്കിൽ സഡനായിട്ട് പെയിൻ വരും, വിയർപ്പുണ്ടാവും, മുഴുവൻ വിയർത്ത് ഒഴുക്കി കൊടുക്കും. മക്സോളിന്റെ സിംറ്റം. ബെലോണ ആണെങ്കിൽ വയലന്റ് ആയിരിക്കും പെയിന്റെ ടിവിയൊക്കെ. അങ്ങനെ ബെലോണ പെയിൻ വരിക. മറ്റുള്ളവരാണെങ്കിൽ അത് സിംറ്റമറ്റോളജി പ്രകാരമുള്ള കാര്യം വരും. പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ഈ പെയിൻ വന്നാൽ പേഷ്യന്റ് ഉടനെ കമന്ന് കിടന്നിട്ട് വയറ്റിനകത്ത് പില്ല് വെച്ച് അമർത്തി പിടിച്ചോണ്ടിരിക്കുക. കോളോസിന്റെ കേസ്, കോളോസിന്റെ മെയിൻ സിംറ്റം അതാണ്. പേഷ്യന്റ് പെയിൻ വന്നാൽ കമന്നിട്ട് വയറ്റിനകത്ത് തലയാണി വെച്ചിട്ട് പ്രസ് ചെയ്യേണ്ടി കിടക്കുക. ഒരു ഭാഗത്തോട് ചരിഞ്ഞിട്ടിങ്ങനെ കിടന്നാൽ അത് കോളോസിന്റെ സിംറ്റമാണ്. കോളോസിന്റെ 200 കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ പെയിൻ കുറയും. എൻ്റെ 1-2 മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, 1000 കൊടുത്തു, ആദ്യമേ കൊടുക്കുമായിരുന്നു. ഞാൻ പിന്നെ അത്ര വലിയ ഇതൊന്നും നോക്കിയിട്ടില്ല. ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, വണ്ണം കൊടുത്തിട്ടുണ്ട്. കാരണം ഞാനും കൊടുത്തിട്ടുണ്ട്, റയറായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 1-2 ടീച്ചേഴ്സ് ഡോക്ടർ KJ ജോസഫ് സാർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഹൈ പൊട്ടൻസി സ്കിനായിട്ട് കൊടുക്കും. ഒരു പേടിയില്ല ഭയമില്ല അദ്ദേഹത്തിന്. ഞാൻ അങ്ങനെ അത്രയായിട്ട് ചെയ്യില്ല, കാരണം എന്നാലും ഞാൻ കൊടുക്കാറുണ്ട്. വണ്ണം 10 കൊടുക്കാറുണ്ട്. 10 പോലെ പേഷ്യന്റ് ഞാൻ രസമുണ്ട്. OP വരും പേഷ്യന്റ് പുറത്ത് നിന്നിട്ടാണ് ഉണ്ടായത്. ഒന്ന് പെയിൻ കൂടുമ്പോൾ ആരും പറയും തല ഭയങ്കര പെയിനായിട്ട് കിടക്കുകയാണ്, ആ കൂട്ടാൻ പറയും. അപ്പൊ ആദ്യത്തെ പേഷ്യന്റ് ഉണ്ടാവും, ഞാൻ അവരെ കുളിപ്പിക്കും. പേഷ്യന്റൊക്കെ നോക്കിയിട്ട് മരുന്ന് ഒരു തുള്ളി എടുത്ത് വാരിട്ട് കൊടുക്കും. ഡോക്ടർ പ്രകാശന്റെ മെത്തേഡാ. ഒരു തുള്ളി നാവിന്റെ അടി ലിംഗുവിനായിട്ട് വെച്ച് കൊടുത്താല് പക്ഷെ അപ്പം തന്നെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു പ്രയത്നം കാണിക്കും. അതേപോലെ തന്നെ പെയിനും കൊണ്ട് കുറയുകയും ചെയ്യും. നമ്മൾ പുറത്ത് വരുന്നവർ ഞാൻ പിന്നെ വിളിച്ചോളാൻ പറയും. 1 മണിക്കൂറിന് വിളിച്ചാലും പറയും പെയിൻ ഇന്ന് വലിയ കുഴപ്പമില്ല, 2 മണിക്കൂറിനാലും കുഴപ്പമില്ല എന്ന് പറയും. ബാക്കി മരുന്നും കൂടെ കൊണ്ട് വിട്ടാല് ആ പേഷ്യന്റ് അത്ര ഇരിക്കുന്ന 40 പേഷ്യന്റ് ഇരിക്കുന്ന അത്ര ആളുകൾ നമ്മളെ കൺവിൻസ് ചെയ്യാണ്. കാരണം അത്രത്തോളം വയലന്റായിട്ട് ഓടി വന്ന പേഷ്യന്റ് നമ്മൾ മരുന്ന് കൊടുത്ത് പുറത്തോട്ട് നിർത്തി കംപ്ലീറ്റ് അസുഖം മാറുന്നു. അതിൽ കൂടുതൽ തെളിവെണ്ണം അവർക്ക് വേണം. ഈ പേഷ്യന്റ് ഇങ്ങനെ പരസ്യം പറയും, ഹോമിയോപ്പതി പറ്റി പരസ്യം പറഞ്ഞ് നടക്കും നമ്മൾക്ക് വേണ്ടിയുള്ളൂ. എൻ്റെ അടുത്ത് പറയാറുണ്ട്, സാറേ അങ്ങനെ ഒരു കേസ് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ സാറ് മാറ്റി കൊടുത്ത് അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ സാറിന് തോന്നാൻ ശരിയാവുമെന്ന് പറഞ്ഞിട്ട്. അതേപോലെ വന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്ക് അതാണ് വേണ്ടത്. നമുക്ക് ആ നൈപുണ്യമായിട്ടുള്ള രീതിയിൽ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നമ്മൾ മരുന്ന് കൊടുക്കുകയാണ്, തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഗ്യാസ്ട്രൈറ്റിസ്, അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസ് വന്നാൽ ഇപ്പോൾ ഒരു ആഹാരം കഴിച്ചു, നമുക്ക് പറ്റിയില്ല, ഓവർ ഈറ്റിംഗ് ആണ്. നമ്മൾ വെജിറ്റബിൾ കണ്ടമാനം കഴിച്ചിട്ട് ഓവർ ഈറ്റിംഗ് കഴിച്ചിട്ട് ഉണ്ടാകുകയാണെങ്കിൽ നെക്സോമിക്ക ഈസ് എ മെഡിസിൻ, ദർ ഇസ് നോ അതർ മെഡിസിൻ. മീറ്റ് കഴിച്ചിട്ട് ഉണ്ടാവുകയാണെങ്കിൽ പൾസാറിലെ ഈസ് എ മെഡിസിൻ, നത്തിങ് റോങ് വിത്ത്. പൾസാറിലാണ് ആ പെയിൻ കൂടെ കയറ്റായിട്ട് വരും. പൾസാറിലുള്ള പെയിൻ ആണെങ്കിൽ മീറ്റ് കഴിച്ചിട്ട് പൾസാറിന്റെ പെയിൻ, ആ പെയിൻ ഗ്രാജുവലി കൂടി ശക്തിയായിട്ട് വന്നിട്ട് പേഷ്യന്റ് കിടന്നു അങ്ങനെ വിളിക്കും. അതാണ് പൾസാറിലെ സിംറ്റം. പൾസാറിലെ 30 അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാകും. 30 അടുപ്പിച്ചാൽ 15 മിനിറ്റ്സ് ഇട്ട് കൊടുക്കണം. ഒരു ടംബ്ലറിൽ 2-3 തുള്ളി ഇട്ടിട്ട് ഒരു സ്പൂണും കൈ കൊടുത്തു വിട്ടേക്കണം. കഴിച്ചോണ്ട് ചെയ്യാൻ പറയാം. ഒരു 10 മിനിറ്റ് ഇട്ട് കഴിക്കാൻ വേണ്ടി പറയും. OP നടക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. OP നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവിടെ വെച്ചാൽ പേഷ്യന്റ് ഫീലിംഗ് ബെറ്റർ ആവുകയാണ്. അതൊക്കെ അത്രയും നിൽക്കുന്ന ആൾ നമ്മൾ കാണുകയാണ്. അതാണ് നമ്മുടെ മാർക്കറ്റിംഗ്. ഹോമിയോപ്പതി മാർക്കറ്റ് ഇവിടെ ചെയ്യണം. മാർക്കറ്റിംഗ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ഈ മാർക്കറ്റിങ്ങിന് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ചിലപ്പോൾ തെറ്റാണെന്നില്ല ആൾ പറയുമെങ്കിലും ഞാൻ ചെയ്യാറുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഹോമിയോപ്പതി വളരണം, ഇനിയും വളരണം. ഗ്യാസ്ട്രൈറ്റിസിന് ബാക്കി വേറെ ഏതൊക്കെ? ഗ്യാസ്ട്രൈറ്റിന്
പൾസാലിന്റെ വരും, കോളസിന്റെ വരും, പിന്നീട് കുപ്പറം മെറ്റാലിക്കം വരും, പിന്നീട് പൾസാലില വരും, ലൈക്കോപ്പൊടിയും വരും, ഡയോസ്കോറിയ, ഡയസ്കോറിയ വരും. ഡയസ്കോറിയ എങ്ങനെ പെയിൻ വരുന്നത്? പെയിൻ എങ്ങനെയാ ഡയസ്കോറിയയുടെ പെയിന്റെ ക്യാരക്ടർ? ആ പെയിൻ പറഞ്ഞാൽ പിന്നെ ഡയസ്കോറിയ കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഏതാ സിംറ്റം പറഞ്ഞേ, ഓർത്ത് പറഞ്ഞേ, ജയന്തന് പറയാമോ? ഡയസ്കോറിയയുടെ എനിബഡി? ഡയസ്കോറിയ പറയുമ്പോൾ വേറെ മരുന്നും കൂടെ കമ്പയർ ചെയ്യും. അപ്പൊ അതാണ് വരുന്നത്. ഡോക്ടർ പറയാൻ വന്ന നോക്കട്ടെ പറയൂ. ഷഫീഖ് പറഞ്ഞേ. ഷഫീഖ് ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് കൈ പൊക്കിട്ടുണ്ട് പറയും. പെയിൻ റിലീവ്ഡ് ബൈ ബെൻഡിങ് ബാക്ക്വേർഡ്സ് ആണ്. യെസ്, ആ സിംറ്റം ഉള്ള മരുന്ന് വേറെ ഇല്ല കേട്ടോ. പെയിൻ വന്നാൽ ഉടനെ ബാക്കോട്ട് മറിഞ്ഞേക്കുക. അങ്ങനെ ബാക്കിട്ട് മറിഞ്ഞിട്ട് കുറെ കൂടെ ആസ്മ ഏതാണ് ഇടക്കൂടെ പറഞ്ഞാണ് വനറ്റായിട്ട് ബാക്കോട്ട് മറിഞ്ഞിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ട് ആസ്മ കുറവുണ്ടാവും. ഹെപ്പാസെൽഫ് സിംറ്റം ഉണ്ട്. പിന്നെ വലിവ് വന്നാല് ശ്വാസം ജനൽ തൂങ്ങി നിൽക്കും ഇങ്ങനെ, അത് സൾഫറാ. നമ്മളെ ഇടയ്ക്കോട്ട് പറഞ്ഞ മസാല പറഞ്ഞ കേട്ടോ. ഒരിക്കൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോഴ് നേഴ്സ് ഓടി കൊണ്ട് സാറിന്റെ പേഷ്യന്റ് കട്ടില അടിച്ചു പൊളിക്കുന്നുണ്ട്, മെഡിക്കൽ ചാടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോ അവര് കട്ടിലിങ്ങനെ ചാടയാ, മേപ്പോട്ട് ചാടയാ, ശ്വാസം കിട്ടാൻ വേണ്ടി ചാടയാണ്. ഞാൻ പറഞ്ഞ പിടിച്ചോടെ ഇരുത്തിയിട്ട് ഒരു ദിവസം സൾഫർ ഇട്ട് കൈ പിടിച്ചു തട്ടി, അപ്പോഴും കുറഞ്ഞത്. അപ്പൊ അത്രയും 10-50 പേഷ്യന്റ് കണ്ടോണ്ടിരിക്കാതെ ഇവര് ഈ കിടന്ന് കളിക്കുന്നതും മരുന്ന് കൊടുത്ത് മാറുന്നതൊക്കെ. അവിടെയാണ് മാർക്കറ്റിംഗ് വേണ്ടത് നമുക്ക്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാർക്കറ്റ് ചെയ്യണം നമ്മള്. അതെ അതെ. ഫുഡ് പോയ്സൺ ഭയങ്കരമാണ്, നിങ്ങൾക്ക് അറിയാലോ. ഫുഡ് പോയ്സൺ വന്നു കഴിഞ്ഞാല് ചിലപ്പം ചില കല്യാണ വീട്ടിൽ പോയെല്ലാം കഴിച്ചു കഴിഞ്ഞാല് ഫുഡ് പോയ്സൺ വന്നാൽ ആകെ കുഴപ്പമാവും. ആ കല്യാണ വീട്ടിന്റെ മുഴുവൻ ആളുകൾ പ്രാവും പഴയ ആഹാരം തന്നു നമ്മളൊക്കെ എല്ലാം കുഴപ്പമുണ്ടാക്കിയതുകൊണ്ട്. പക്ഷെ സംഭവം അങ്ങനൊന്നും അല്ലായിരിക്കും, ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കാൻ കാരണം. ഫുഡ് പോയ്സണിങ് ഏറ്റവും കൂടുതൽ വരുന്നത് ആർസനിക് ആൽബമാണ്. കാരണം ആ ആർസനിക് ആൽബം വന്നു കഴിഞ്ഞാൽ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവും, അക്യൂട്ട് അബ്ഡോമൻ ഉണ്ടാവും, അക്യൂട്ട് ഡയറിയ ഉണ്ടാവും. വെരി ഒഫൻസീവ് ഡയറിയ, ഭയങ്കരമായിട്ട് സ്മെല്ല് വരുന്ന ഡയറിയ ആണെങ്കിൽ അത് പോഡോഫൈലുമാണ്. ഒരു മീഡിയം ഓഫൻസീവ് ആണെങ്കിൽ അത് ആർസനിക് ആൽബമാണ്. പിന്നെ കൂടെ വയറ്റുന്ന പോകണമെന്നുണ്ടെങ്കിൽ അത് നെക്സോമിക്കാണ്. ഒരുപാട് നേരം ഇരിക്കുകയാണെങ്കിൽ അത് മെക്സോളാണ്. സ്വർഗത്തിൽ പോയ ഉടനെ എണിച്ചു പറ്റില്ല. മോനെ ഇങ്ങ് വാ, മോൻ പറ്റില്ല, മോൻ പിന്നെ അവിടെ ഇരിക്കുക, ഇനിയുണ്ട്. ടെനാസ്മസ്, ടെനാസ്മസ് ഏതാണ് വരുന്നത്? മെർക്കോറാണ്. ഏറ്റവും കൂടുതൽ ടെനാസ്മസ് ഉള്ള മരുന്ന് മെർക്കോറാണ്. മോർ ടെനാസ്മസ് മെർക്കോറും, മോർ ഡയറിയയും വരുന്നത് മെക്സോളുമാണ്. മ്യൂക്കസ് വരുന്നത് മെക്സോള്. പിന്നെ ഇപ്പൊ ഡിഫാഡിനൈറ്റിസ് എന്ന് പറഞ്ഞാൽ മെസെൻട്രിക് ഡിഫിനൈറ്റിസ് ഒരുപാട് കേസ് വരുന്നുണ്ട്. എനിക്കും ഇന്നലെയും വന്നു, കഴിഞ്ഞ ആഴ്ച 2-3 കേസ് ഉണ്ടായിരുന്നു. കുട്ടികളെ കൊണ്ടുവരിക, സാറേ വന്നിരിക്കുകയാണ്, അവര് പറഞ്ഞു സ്കാനെടുത്ത് നോക്കിയിട്ട് പറഞ്ഞു അകത്ത് തടിപ്പുണ്ട്, അതാണ് കാരണം എന്ന് പറയുന്നത്. ഡിഫാഡിനൈറ്റിസിന് വേണ്ടി പറയുന്നത് തടിപ്പെന്ന് പറഞ്ഞു, അത് ഭാഷയായി പറയുന്നത്. നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഷഫീഖെ പറ, ഷഫീഖ് ചോദിക്കുന്നതാണ്. ഷഫീഖ് ഡോക്ടർ, ലിംഫഡിനൈറ്റിസ്. പ്രോസ്റ്റോക്സ് ഒക്കെ ഹൈപ്പർടെൻസി കൊടുക്കാറുണ്ട്. പിന്നെ സാറ് ചോദ്യം ഒന്നുകൂടെ പറഞ്ഞേ സാറേ, എന്തുവായിരുന്നു? ലിംഫഡിനൈറ്റിസ് എന്തോന്ന് പറഞ്ഞല്ലേ? ലിംഫഡിനൈറ്റിസിന് മുമ്പ് എന്തോന്ന് ആഡ് ചെയ്തായിരുന്നല്ലോ. ലിപ്നോട്ടിന്റെയാണ്, ലിപ്നോട്സ് വന്നിട്ടുണ്ടാവുന്നതാണ്. മെഡിസിന്റെ പേരിൽ മറ്റേ പോയിസന്റെ പേരിലും ഉണ്ടാവാം, അക്യൂട്ട് പോയിസണിങ് ഉണ്ടാവാം.
ആ ആഹാരം കഴിച്ചതുകൊണ്ട് ഇപ്പം കണ്ടമാനം മീറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. പെരുന്നാൾ കഴിഞ്ഞ് വരുമ്പോഴേ പിള്ളേർ ഒരുപാട് മീറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അത് പെയിൻ വരും. പെയിൻ വന്നാൽ ഡിഫറൻസ് ഉണ്ടാവും. അത് ഹരിഹരൻ സാർ പൾസാറ്റിലെ ഫോളോഡ് ബൈ അയഡമാണ് വരുന്നത്. പൾസാറ്റില് ഫോളോഡ് ബൈ ഡയനം. പിന്നെ തെർമലാറ്റിൻ നക്സിനൊക്കെ ഇല്ലേ സാറേ? നക്സിനും ഇല്ലേ? ഉണ്ട്. കഴിക്കാമില്ല. അതാണ് മെയിൻ ആയിട്ടുള്ളത് വരുന്നത്. ഹരിഹരൻ സാർ ഹാൻഡ് റൈസ് ഹരിഹരൻ സാർ ഹരിഹരന്റെ അഭിപ്രായം കൂടെ പറഞ്ഞേ. സാർ മിസെൻട്രിക് ഗ്ലാൻഡ് ലിംഫഡൈറ്റിസിന് ബെസ്റ്റ് മെഡിസിൻ ഈസ് മെർസോൾ. മെർസോൾ ഫോളോഡ് ബൈ മെർസോൾ കൊടുക്കുമ്പോൾ കുറയും. അത് കഴിയുമ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞ് കഴിയുമ്പോൾ ട്യൂബർക്കുലിനും 1 ഡോസ് കൊടുക്കണം. ബിക്കോസ് അങ്ങനെയാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇത് പെയിൻ ഈസ് ദയർ, യു ക്യാൻ ഗീവ് ഡയസ്കോറിയ ഓർ അതർവൈസ് കൊളോസൈഡ്. ഏതെങ്കിലും മെഡിസിൻ കൊടുക്കണം. ഗീവ് മാഗ്പോസ് 3x 10 ടാബ്ലറ്റ് ചൂടുവെള്ളത്തിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ അക്യൂട്ട് പെയിൻ കുറയും. ഇതാണ് ദിസ് ഈസ് ദ ഒറ്റ ടൈമോ ഒരു സമയത്താണോ 10 ടാബ്ലറ്റ്? അതെ, ഒരു സമയത്ത് 10 ടാബ് 3x നോട്ട് 6x 3x ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് എണ്ണ കുറച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. എണ്ണ കുറച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് അഭിപ്രായം. പിള്ളേർക്കാണെങ്കിൽ 3, വലിയവർക്ക് 4. കുറക്കേണ്ട ആവശ്യമില്ല സാറേ, കുറക്കേണ്ട ആവശ്യമില്ല. കാര്യം ഞാൻ സാധാരണ എൻ്റെ ഒരു ഇതാണ്, ഇത് മെർസോൾ 0/3 ഞാൻ ഫ്രീക്വന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറയും. അതായത് ട്യൂബർക്കുലം കൊടുക്കണം. കാര്യം ബിക്കോസ് ഇതെല്ലാം മിക്കവാറും ട്യൂബർക്കുലർ ആയിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അക്യൂട്ട് ഇൻഫ്ലമേഷൻ വന്നുകൊണ്ടാണ് നമ്മൾ ഈ മെർസോൾ കൊടുക്കുന്നത്. മെർസോൾ കൊണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ട്യൂബർക്കുലം കൊടുത്തേ സ്റ്റോപ്പ് ചെയ്യുള്ളൂ. സാർ പറഞ്ഞത് ആഫ്റ്റർ ഫുഡ് പോയ്സണിംഗ് ആണോ? ഏത് ലിംഫോഡിനൈറ്റിസ് ആഫ്റ്റർ ഫുഡ് പോയ്സണിംഗ് പറയും. അതെങ്ങനെ പല കാരണങ്ങളുണ്ടാവാം. ഉണ്ടാവും. ആഴ്ച കാൽ പോലും ആഴ്ചക്ക് അയഡേറ്റ് വരും. ഫുഡ് പോയ്സണിങ് സാർ പറഞ്ഞ പോലെ ആഴ്സനിക് കാൽബിറ്റ് 200 ഒരു ഡ്രോപ്പ് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് കഴിഞ്ഞാൽ മതി, ധാരാളം മതി. ഹരിഹരൻ സാറ് സേട്ട് സാർ പറഞ്ഞു തുടങ്ങിയത് അതാണ്. ഈ ഫുഡ് പോയ്സൺ വെച്ചിട്ടാണ് കൂടുതൽ ഉണ്ടാകുന്നത്. കാരണം ടെൻഡൻസിയും കൂടുതൽ വരുന്നത് അവിടെയാണ്. ഇനി സാറിന് ബാക്കി പിന്നെ ചോദ്യങ്ങൾ വെച്ചോളൂ, പറയാം. എനിക്കൊണ്ട് അറിയാൻ പറ്റും. എനിക്കും പറഞ്ഞു തരണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. റോപ്പാണ്. അപ്പൊ സാറിന് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞു ഇല്ലേ? ഞാൻ ഇൻട്രഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കി മസാല ഉള്ളൂ. ഇനി മസാല ചേർക്കാം. നമുക്ക് അത് ഇടയ്ക്കിടയ്ക്ക് ചേർക്കാം അല്ലേ? ചേർക്കാം. അപ്പൊ ഇനി ചർച്ചയിലേക്ക് പോകാം, അല്ലെങ്കിൽ ചോദ്യോത്തര വേളയിലേക്ക് കടക്കാം എന്നാണ് സാറ് പറയുന്നത്. അപ്പൊ ഇനി എന്താണ് വേണുഗോപാൽ സാറിന് ഞാൻ പറയാനുണ്ടോ? വേണുഗോപാൽ KG. എല്ലാവർക്കും ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നമുക്ക് പോകാം. ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർക്ക് പോകാം. വേണുഗോപാൽ ഡോക്ടറെ കണ്ടില്ലല്ലോ. ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടായിരുന്നു. ഇപ്പൊ സാറുണ്ട്. സാറിനെ വേണുഗോപാൽ ഡോക്ടർ സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്യാം സാറേ. ഹലോ സാർ. പറയും സാർ എന്താ ഉദ്ദേശിച്ചത്? ഹലോ, ക്യാമറയിൽ വന്നോളൂ. ക്യാമറ ഒന്ന് കാണട്ടെ, മുഖമൊന്ന് കാണട്ടെ. ഹലോ. ഒത്തിരി വേണ്ട. ഇരുട്ടത്തിരിക്കുകയായിരുന്നു. പണ്ട് ചൊല്ലുണ്ട്, ഇരുട്ടത്ത് കിടത്തിയിട്ട് പാല് കൊടുക്കുന്നു. ചൂട് കൂടാതെ. ഞാനിപ്പോ വർക്കലയിലെ വൈഫ് ഹൗസിലാണ്. കല്യാണത്തിന് ഈ മിസെൻട്രിക് ലിംഫഡൈറ്റിസിന്റെ എനിക്ക് ഒരു ഇത് ഈ സ്ക്രോഫിലേറിയ. അതെ. മിക്കവാറും നമ്മൾ മറ്റു മെഡിസിൻ കൊടുത്തിട്ട് സ്ക്രോഫിലേറിയ അത് ഏതെങ്കിലും ലോവർ പൊട്ടൻസി ഗുണമെന്ന് വെച്ചാൽ
സ്ട്രാങ്കുലേറ്റഡ് ലിഫ് നോഡ് ചെന്നാലും സ്കോപ്പുലേറ്റ് വർക്ക് ചെയ്യും. ഈവൻ നെക്കിനെ ആണെങ്കിലും മൾട്ടിപ്പിൾ ഉണ്ടെങ്കിലും അത് സ്കോപ്പുലേറ്റ് വർക്ക് ചെയ്യും. ചുമക്കിനകത്താണെങ്കിലും വർക്ക് ചെയ്യും. ഫുഡ് പോയിസണിങ് അതുപോലെ മൾട്ടിപ്പിൾ ആക്ടിനോട് വന്നാണ് പോപ്പുലാരിറ്റി അതിനോട് ഫുഡ് പോയിസണിങ് സിവിയർ ആയിട്ട് വന്നു കഴിഞ്ഞാല് നമ്മള് പാഴ്സണിക് ആൽബം കൊടുത്തിട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും അതിന്റെ ഇന്റൻസിറ്റി ഉണ്ടെങ്കിൽ ഈ ബോട്ടിലിനം അത് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര, അതായത് കുറച്ച് അണൈറോബിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻ കുറച്ചുകൂടെ സിവിയറിറ്റി കൂടിയിട്ടുള്ള വരുന്നത്. ചിലപ്പോ അത് നമ്മുടെ അടുത്ത് വന്ന് ഈ പലോപ്പതിയൊക്കെ കഴിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. ഇങ്ങനെ ശേഷം അങ്ങനെയുള്ള കേസിൽ ഈ ബോട്ടിലിനും എന്ന് പറയുന്നതിന് കുറച്ച് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സാധാരണ ആഴ്സനിക് ആൽബം ബോട്ടിലിനും 200 ആണ് സാർ. മറ്റേ നോസോഡല്ലേ, അപ്പം 200 ഒക്കെ മിനിമം. ഈ പോയിസണിങ്ങിൽ തന്നെ ബിസ്മത്ത് പോയിസണിങ് ആണെങ്കിൽ ആയിരിക്കാൻ സാധ്യത ചിലപ്പോൾ ഉണ്ട്. അതിന് ഏറ്റവും നല്ലത് ബിസ്മത്ത് തന്നെയാണ്. അതിന് ബിസ്മത്തിന്റെ സിംറ്റം ഒക്കെ ഉണ്ടെങ്കിൽ ബിസ്മത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സഡൻ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ വോമിറ്റിംഗ്, ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് അതോടെ തന്നെ വോമിറ്റ് ചെയ്യും എന്ത് കൊടുത്താലും. അങ്ങനെ ആശ്രയിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ഡിപ്പെൻസ് അതിന്റെ വോമിറ്റിങ്ങും പർജിങ്ങും കൂടെ ഉണ്ടായെങ്കിൽ ഫോളോഡ് ബൈ കാംഫർ ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ. കാംഫർ ടിഞ്ചർ പിന്നെ മെഡിക്കേറ്റഡ് പിൽസിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു 15 minutes ഇന്റർവെൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വോമിറ്റിങ് വേണം. അതിന്റെ കൂട്ടത്തിൽ ബിസ്മത്തും കൂടെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ വർക്ക് ചെയ്യും. ക്യാൻസറിന് ശേഷം വർക്ക് ചെയ്യോ? എനിക്ക് വർക്കിംഗ് കിട്ടില്ല. ബിസ്മത്ത് ശേഷം ക്യാൻസർ കൊടുത്തിട്ടുണ്ടെങ്കിലേ ഞാൻ ആയിരക്കണക്കിന് ഞാൻ ചികിത്സിച്ചിട്ടുള്ളതാണ്. ബിസ്മത്തും കാംഫറും. അതായത് അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഈ ഹോമിയോപ്പതിയിൽ ഉള്ളത്. ഈ കാംഫറിന്റെ കൂടെ മറ്റു മരുന്ന് കൊടുത്താൽ ആക്ട് ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഈ ബിസ്മത്തും കാംഫറും കൂടെ 15 minutes ഇന്റർവെൽ ഇട്ട് കൊടുക്കാറുണ്ട്. എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ വൊമിറ്റിങ് നിന്ന് കഴിഞ്ഞാൽ ഉടൻ ഡയറിയ സ്റ്റാർട്ട് ചെയ്യും. ആ ഡയറിയയ്ക്ക് അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ആഴ്സനിക്കം 3x ആണ് കൊടുക്കേണ്ടത്. ആഴ്സനിക്കം 3x കൊടുത്തു കഴിഞ്ഞാൽ ആ ഡയറിയ അവിടെ നിൽക്കും. മറ്റേത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ അക്യൂട്ട് കേസ് ചികിത്സിക്കാൻ ഇത് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. ഓരോ പ്രാക്ടീസിനാണ് പ്രത്യേകമുള്ളത്. അതെ. ഓക്കെ, അവര് സേട്ട് സാറും ഹരിയൻ സാറും ഒക്കെ അവരുടെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തോണ്ടിരിക്കുന്നത്. അതുപോലെ വേണുഗോപാൽ അതേപോലെ 6 സാർ. അത് ഈ പിന്നെ ഒരുപാട് ജയറാം സാർ പറഞ്ഞ് കിട്ടിയൊരു അനുഭവമാണ്. പിന്നെ അതിനിങ്ങനെ നല്ല തണുപ്പും ആ കോൾഡ് സെറ്റും മിക്കവാറും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്രയോജനം. വെരേട്രം ആൽബിന്റെ മെയിൻ എന്താ അറിയാമോ? അൺകോൺഷ്യബിൾ ടേസ്റ്റ് ആണ്. ഭയങ്കര ടേസ്റ്റ് ആണ് ഈ വെരേട്രം ആൽബിന്റെ. പിന്നെ കോൾഡ്നെസ് തണുപ്പ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് വെരേട്രം ആൽബ് പ്രിഫർ ചെയ്യാം. നല്ല കോളിക്ക് സിവിയർ കോളിക്ക് അതിപ്പോ മെൻസ്ട്രൽ കോളിക്ക് ആണെങ്കിൽ പോലും നമ്മള് പല കേസിനും വെറൈറ്റി ആൽബം കൊണ്ട് അതെ സാർ. ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടായിട്ട് ഭയങ്കര പെയിൻ വരിക, എന്നിട്ട് 2 കാലം തളർന്നു പോവുക, 2 കാലം ഐസ് പോലെ ഇരിക്കുക, ഭയന്ന് പോകും. ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തോന്നുള്ളൂ. ഒരാൾക്കും കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റം ഉണ്ടാവും. ജയലളിത ഡോക്ടർ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചേ. ഞാനേ ചിലപ്പോ ചില പനിയും ഇങ്ങനെ പെയിനൊക്കെ കൂടി വന്നു കഴിഞ്ഞപ്പോ ഈ പൈറജൻ കൊടുത്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഇതെന്താന്ന് എനിക്ക് അറിയില്ല, പക്ഷെ അങ്ങനെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ച് കേസുകളിൽ. അതിന്റെ അഭിപ്രായം നല്ല റിസൾട്ട് ഉള്ള മരുന്നാണ്. അതാരും പറയണ കേട്ടില്ല, പറഞ്ഞു കേട്ടില്ല. അതാ പൈറോജൻ is the wonderful remedy ആണ്.
ഇന്നലെ നമ്മളെ ഹോസ്പിറ്റലിൽ കൊടുത്തു. പനി വന്നിട്ട് കുറയാത്ത ഒരാൾക്ക് പൈറോജൻ 200 ഒരു 3 hours കൊടുത്തു കഴിയുമ്പം 3 ദിവസം കഴിയുമ്പോൾ പെയിൻ മാറി. ഒരു ഡൗട്ട് കൂടി അയോഡോൺ കോമ്പിനേഷൻ ഉള്ള മെഡിസിൻസ് ഒക്കെ ഈ മീസെൻട്രിക് ലിംഫ് ഗ്ലാൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലേ? അതൊന്നും പറഞ്ഞു കേട്ടില്ല. അല്ല അതിന് അപ്പോഴത്തേക്ക് വേറെ വേറെ ടോപ്പിക്കിലോട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ മാറിപ്പോയതാണ്. എല്ലാം പറഞ്ഞു കാണൂല. അപ്പൊ ഇതുപോലെ ചോദിച്ചാൽ തീർച്ചയായിട്ടും പറയും. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുമ്പോഴേ നമുക്ക് പരത്തുള്ളൂ കേട്ടോ. കാര്യങ്ങൾ വരണമെങ്കിൽ ആദ്യം ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞ് നിർത്തിയാൽ പിന്നെ ചോദ്യങ്ങൾ വരുമ്പോഴാണ് കൂടുതൽ പമ്പ് ചെയ്തത്. സാറ് പറഞ്ഞു ആഴ്സ് അയോഡൈഡ് ഒക്കെ പറഞ്ഞു. അതെ, അയഡം വരെ കുഴപ്പമില്ല. അയഡം ചേർന്ന് വരുന്ന എല്ലാ കോമ്പിനേഷനും ഉപയോഗിക്കാന്നാണ് പറഞ്ഞത്. നേരത്തെ ഒരു കംപ്ലൈന്റ് കൂടി സാർ ഇങ്ങനെ പറഞ്ഞു, ബാക്കിലോട്ട് പോണത് അത് ശ്വാസം മുട്ടിന് ഹെപ്പാർ സൾഫ്, സ്റ്റൊമക് പെയിന് ഡയസ്കോറിയ അല്ലേ? ഓക്കെ സാർ, താങ്ക് യു സാർ. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉദര സംബന്ധമായ രോഗങ്ങളെ കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. ഈ ആഴ്സയോഡ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്യൂഡോസോറിക് റെമഡിയാണ് ആഴ്സയോഡ്. അതായത് ട്യൂബർക്കുലർ ഡയറ്റസിസ് ഉള്ള പേഷ്യൻസിന് വരുന്ന പിന്നെ കംപ്ലൈൻസിന് ആഴ്സയോഡ് നല്ല മരുന്നാണ്. അപ്പൊ സപ്പോസ് ഒരു പേഷ്യന്റ് നമ്മുടെയൊക്കെ ESR വളരെ കൂടുതലും, അതുപോലെ തന്നെ കൂടെ പനി ഉണ്ടാകുക, കൂടെ ചുമയുണ്ടാകുക, ഇങ്ങനെ പിന്നെ ജലദോഷം ഉണ്ടാകുക, ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പം നമ്മൾ അത് ആ ട്യൂബർക്കുലം ഫോളോഡ് ബൈ ആഴ്സനിക് അയോഡ് കൊടുക്കുകയാണെങ്കിൽ വണ്ടർഫുൾ റിസൾട്ട് ആയിരിക്കും. പക്ഷേ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ആഴ്സനിക് അയോഡ് കൊടുക്കുന്നത് ലോവർ പൊട്ടൻസി കൊടുക്കുമ്പോൾ കണ്ടിന്യൂ ചെയ്യരുത്. പെട്ടെന്ന് നമ്മൾ അതിൻ്റെ ഹയർ പൊട്ടൻസിയിലേക്ക് പോയേക്കണം. എന്നിട്ട് ട്യൂബർക്കുലം 10 ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസമോ മറ്റോ കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പം ഈ ESR ഒക്കെ വളരെ ഡിഫറൻസ് കാണും. വളരെ നമുക്ക് കുറച്ച് ആളുകൾ ചോദിക്കാറുണ്ട്, ESR മരുന്നുണ്ടോ? അതുകൊണ്ടല്ലോ ESR മരുന്നുണ്ടോ ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഒരു ഡോക്ടർ അനിത ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അന്മ്യൂട്ട് സംസാരിച്ചു. ഡോക്ടർ അനിത. ഓക്കെ. സാറേ, ഒരു സംശയം. ഒരു 9 വയസ്സുള്ള ഒരു കുട്ടി, അപ്പൊ അതിന് ഗോൾ ബ്ലാഡർ കാൽക്കുലേയാണ്, അല്ല കോളിലിത്തിയാസിസ് ആയിട്ട് അതന്നെ. അപ്പോഴ് അത് സൈസ് 4 millimeter, 7 millimeter and 8 millimeter ആണ്. പിന്നെ അപ്പൊ ആ കേസില് അവര് പിന്നെ ഹൈപ്പർ ലിപ്പിഡീമിയ ഇത് ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്തപ്പോഴ് ടോട്ടൽ കൊളസ്ട്രോൾ 9 വയസ്സുള്ള കുട്ടിയാണ് 251 ട്രൈഗ്ലിസറൈഡ്സ് 125 ഉണ്ട്. ഉണ്ടാവുന്നതാണ്. ആ പ്രായമല്ല അവിടെ ഉള്ളത്. എനിക്ക് 400 വരെ കിട്ടിയ കേസുണ്ട്. ഹൈപ്പർ ലിപ്പിഡീമിയ 400 കിട്ടിയ കേസുണ്ട്. ട്രൈഗ്ലിസറൈഡ് 210 കിട്ടിയ കേസുണ്ട്. അത് ആ പത്തോളജിയിൽ ഉണ്ടാവുന്ന സിംറ്റംസ് ഉണ്ട്. അപ്പൊ അതിന് നമുക്ക് കൊടുക്കേണ്ടത് മരുന്ന് ഇപ്പം ഇത് ഹൈറായിട്ട് നിൽക്കുമ്പോഴേക്കും പൾസാറിലാണ് ഏറ്റവും വലുത്. പൾസാറിലെ 30 കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റം ഉണ്ടാവും. അടുപ്പിച്ച് കൊടുത്താൽ കൊളസ്ട്രോളും പെട്ടെന്ന് കുറയും. വീഴുമ്പോൾ പിന്നെ കൊളസ്ട്രീനം എന്ന് പറഞ്ഞ മരുന്നുണ്ട് 3X. അത് കൊടുത്താൽ കല്ല് വരെ ചാടി പുറത്ത് പോരും. ചൂടിലൂടെ പോകും. സാർ അതിന്റെ കൂട്ടത്തിൽ കൊടുക്കാവുന്ന ഒരു മെഡിസിൻ ഉണ്ട് സാർ. അത് ഏത് പൊട്ടൻസിയാ സാറേ? 3X അല്ലെ 30 ആണ് കുറച്ച് നല്ലത്. 3X കൊടുക്കണം. 3X കിട്ടാൻ പ്രയാസമാണ്, കഴിക്കാനും പ്രയാസമാണ്, പ്രിസർവ് ചെയ്യാനും പ്രയാസമാണ് കേട്ടോ. അങ്ങനെ സ്മെല്ലുണ്ട്. ഞാൻ വാങ്ങി വെച്ചിട്ട് വീട് മുഴുവൻ നശിച്ചു മണം. ആപ്പിൾ ജ്യൂസ് കൊടുക്കാം. ആപ്പിൾ കൊടുക്കും. ഗ്രീൻ ആപ്പിൾ. അതെ, ഗ്രീൻ ആപ്പിളിന് ജ്യൂസ് കൊടുത്താൽ മതി. ഗ്രീൻ ആപ്പിൾ ജ്യൂസും കൂടെ കൊടുക്കണം. അത് കൊളസ്ട്രോളിന് കോളിക് ആസിഡിന് ഇതും കൂടെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആക്ഷൻ ഉണ്ടാവും.
ഏതാ ചെറിയ സാറേ? ആപ്പിൾ ഗ്രീൻ ആപ്പിൾ അത് ജ്യൂസ് എടുത്ത് ഗ്രീൻ കൊടുക്കുക. ആ ഓക്കെ. ആ ആ വേദനയുണ്ടോ, പെയിൻ ഉണ്ടോ? പെയിൻ ഉണ്ടായിരുന്നു. അവിടെ ട്രിവാൻഡ്രത്ത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ അവര് ഡയഗ്നോസ് ചെയ്തത് ഇതാണ്. അപ്പൊ അവർക്ക് സർജറി ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെ വന്നതാണ്. അപ്പൊ ഞാൻ കൊളസ്ട്രോളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിയോനാന്തസ് കൊടുത്തു. ചിയോനാന്തസും ടിഞ്ചറ് ചൈന ടിഞ്ചറും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിയോനാന്തസും പറയുന്നുണ്ട്. കൊടുത്തോ? ബെർബറിസ് എടുത്ത് വായിച്ചു നോക്ക്. ബെർബറിസ് ബെർബറിസ് കൊള്ളാം കേട്ടോ, അതിനേക്കാൾ നല്ല ബെർബറിസാ. ബെർബറിസ് ഓക്കെ സാർ. മെഡിസിന് ഇത് മാത്രമല്ല, നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ യു ഹാവ് ടു ടേക്ക് ദ കേസ്. ആ കേസ് എടുക്കണം. കേസ് എടുത്തിട്ട് ആ കുട്ടിക്ക് ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ വരും. കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുവാണെങ്കിൽ അതിന്റെ ഹയസ്റ്റ് പൊട്ടൻസി കൊടുക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ വരാൻ കാര്യം? അല്ല ചുമ്മാ വരത്തില്ല. അപ്പൊ there will be a reason. ആ റീസൺ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അതും കൂടെ കണക്കാക്കി വേണം മെഡിസിൻ കൊടുക്കാനായിട്ട്. അങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് കൊണ്ടുപോകേണ്ടത്. ഓക്കെ സാർ. അനിത ഡോക്ടറെ, ഓക്കെ. ചോദ്യം ചോദിക്കുമ്പോൾ ഒന്ന് വീഡിയോ ഓൺ ആക്കിയിരുന്നെങ്കിൽ ആരാണെന്ന് ഒന്ന് അറിയായിരുന്നു. അതാണ് എല്ലാരും കാണാൻ പറയത്താ. അല്ല പഴയ മമ്മൂട്ടി സിനിമ പോലെ കാണിക്കുന്നത്, കാണാൻ പറയത്ത്. ഞാൻ സർവീസിലൊക്കെ തലയൊക്കെ കെട്ടി അങ്ങനെ വീട്ടിൽ നിൽക്കുന്നൊരു. ഇനി അടുത്ത പ്രാവശ്യം ആവട്ടെ, അടുത്ത പ്രാവശ്യം. ഓക്കെ ശരി, താങ്ക് യു. ഇനി ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കാം. വീഡിയോ ഓണാക്കണമെന്നില്ല, ഓണാക്കിയാൽ സന്തോഷം. അപ്പൊ ഇനി മറിയാമ്മ ഡോക്ടർ സംശയമായിട്ട് എത്തിയിട്ടുണ്ട്. മറിയാമ്മ ഡോക്ടറെ സംസാരിച്ചു. സാറേ, ഇന്നൊരു കേസ് വന്നാണ്. ചെറിയ കുട്ടിയാണ്, 6 വയസ്സ് 7 വയസ്സ് അങ്ങനെയുള്ള ഒരു കുട്ടിയാണ്. അതിന് ടോൺസിലൈറ്റിസ് വരും. പക്ഷെ ടോൺസിലൈറ്റിസിന്റെ ഒരു സിംറ്റവും കാണിക്കത്തില്ല. സിവിയർ അബ്ഡോമൻ പെയിനാ, വയറുവേദനയായിട്ട് കൊച്ച് പിന്നെ പറയത്തുമില്ല, ഓടി വാഷ് ബേസിനിൽ പോയി ഛർദിക്കും. വയറുവേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ മേലാത്ത വയറുവേദനയാണ്. തൊണ്ടയുടെ വേദനയെ പറയത്തേ ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ റെഡ്നെസ് തുടങ്ങും. 3 ദിവസം കഴിയുമ്പം പസ് പോലെയാകും. അന്നേരം അത് പിന്നെ ആന്റിബയോട്ടിക് കൊടുക്കും. കുറയാറാകുമ്പോഴാണ് തൊണ്ടയ്ക്ക് വേദന പറയുന്നത്. അതുവരെ തൊണ്ടവേദന പറയത്തില്ല. പക്ഷെ ഈ വയറുവേദന ആദ്യം മുതൽ അവസാനം വരെ കാണും. അതിന്റെ സിംറ്റംസ് വന്നിരിക്കുന്നത് ബറേറ്റ കാർബോണിക്കമാണ് കേട്ടോ. സിംറ്റംലെസ് ടോൺസിലൈറ്റിസ് വരുന്നത് ബറേറ്റ കാർബോണിക്കം. ബറേറ്റ ഹൈപ്പോട്ടൻസി 10mO 1mO കൊടുത്തിട്ട് പിന്നീട് സിംറ്റമെറ്റോളജി പ്രകാരമുള്ള മരുന്ന് കൊടുത്താലും മാറ്റം ഉണ്ടാവും. റെപ്പറ്റീഷൻ എങ്ങനെയാ? 1M 6 hours 3 ദിവസം 4 ദിവസം കൊടുക്കാം. എങ്ങനെ? 3-4 ഡോസ് കൊടുക്കാം 6 hours. അത് ഈ അസുഖം ഉള്ളപ്പം കൊടുക്കാം, കുഴപ്പമുണ്ടായില്ല. പ്രിവെൻഷൻ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പ്രിവെൻഷൻ ഈ വരുന്നത് തടയാൻ വേണ്ടിയില്ല, കുറയുമ്പം പ്രിവെൻഷൻ ആയില്ലേ. ഇല്ലാത്ത ഒരാൾ കൊടുക്കുമ്പോൾ പ്രിവെൻഷൻ വരിക. ആ കുടുംബത്തില് പലർക്കും ഉണ്ടായിരുന്ന കൂടി കുട്ടിക്കില്ല എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് കൊടുക്കാം. അതെല്ലാം പ്രിവെൻഷൻ വരുന്നില്ലല്ലോ. അസുഖം കംപ്ലീറ്റ് മാറിയാലേ പ്രിവെന്റ് ചെയ്തു. ഹൈപ്പോട്ടൻസി കൊടുത്തപ്പോ പ്രിവെൻഷൻ ആവും. ഒരേക്കാൾ കൊടുത്താൽ പ്രിവെൻഷൻ ആവും. 2.5 മാസം കൂടുന്നുണ്ടാവും കൃത്യമായി. 2.5 മാസം കൂടുമ്പോഴാണ് കൃത്യമായിട്ട് ഉണ്ടാകുന്നത്. അപ്പൊ ഈ വയറുവേദന വരുന്ന സമയത്ത് നമ്മൾ ഇത് തന്നെ 2.5 മാസം കൃത്യമാണോ? 2.5 മാസം. അപ്പൊ സിങ്കോണ കൊടുത്തേര്. എന്തിനാ മേടിക്കുന്നേ? സിങ്കോണ കറക്റ്റ് ടൈമിൽ റെപ്പറ്റീഷൻ വരുന്നുണ്ടോ? 200 ഡെയിലി 2 ദിവസം കൊടുത്തോളൂ. അത് പ്രിവെന്റ് ചെയ്ത് പോവുകയും ചെയ്യും. പിന്നെ റിക്കറൻസ് ഉണ്ടാകത്തുമില്ല. പിന്നെ രാവിലെ ആണ് വരുന്നുണ്ടെങ്കിൽ സിട്രോൺ ആണ് മതി കേട്ടോ. രാത്രി ഏത് ടൈമിൽ, രാത്രിയാണെങ്കിലും പകലാണെങ്കിലും സിങ്കോണാണ്. രാവിലെ 9 മണിക്കും 10 മണിക്കും വരികയാണെങ്കിൽ സിട്രോൺ വരുന്നതാണ്. സിട്രോൺ
സിട്രോൺ വണ്ണം ഒരു ഡോസ് കൊടുത്താൽ പിന്നെ ഉണ്ടായില്ല പെയിൻ. അതില് ഈ വരുമ്പം എല്ലാം ശനിയാഴ്ചയാണ് വരുന്നത്. അങ്ങനെയുണ്ട്. ശനിയാഴ്ചയാണ്. അത് അപ്പൊ അത് ചൈനാന്നേ ചെന്നൈ. സെയിം ഡേ സെയിം അവർ എന്നൊക്കെ പറയുമ്പോ ചൈന ആണ്. കൊടുക്കാം സാറേ. ഓക്കെ മറിയമ്മ ഡോക്ടറെ. അടുത്തത് ഡോക്ടർ സുബൈദ സലാം. ഡോക്ടറെ ചോദിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. ഹലോ, ഗുഡ് ഈവനിങ്. വലൈക്കും. അസ്സലാമലൈക്കും. ഇത് ഖത്തറിൽ നിന്നാണെന്ന് തോന്നുന്നല്ലേ? ആയിട്ടല്ല ചോദിക്കുന്നത്. ഖത്തറിനെ വിളിക്കുകയാണോ? ഖത്തറിലാണോ? അതെ അതെ അതെ. ഓക്കെ. ഞാൻ ഗ്യാസ്ട്രിക് റിലേറ്റഡ് ക്വസ്റ്റ്യൻ അല്ല സാർ ചോദിക്കുന്നത്. ഒരു കണ്ടീഷനാണ്, ഒരു സിവിയർ പാൻസൈറ്റോപീനിയ, RBC WBC പ്ലേറ്റ്ലെറ്റ് എല്ലാം വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അത് വിത്തൗട്ട് സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇൻസിഡന്റലി ഒരു വൊമിറ്റിംഗ് വന്ന സമയത്ത് പോയി ചെക്ക് ചെയ്തപ്പോഴാണ് കണ്ടത്. കാര്യമായ സിംറ്റംസ് ഒന്നുമില്ല. കാലിന് നംനെസ് ആണ് ഇങ്ങനെ കുറച്ചായിട്ട് തുടങ്ങിയിരുന്നത്. പക്ഷെ ഇപ്പൊ അത് ഇങ്ങനെ കുറഞ്ഞു ഈവൻ പ്ലേറ്റ്ലെറ്റ് ഒക്കെ 20,000 ഉള്ളൂ. RBC ഒക്കെ 1.2 അടുത്ത് 2 മില്യൺ അടുത്തേ ഉള്ളൂ. വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ ബാക്ക്വേർഡ് നോക്കിയപ്പോഴേ കോവിഡിന് ശേഷമാണെന്നാണ് മനസ്സിലായത്. ഇപ്പോഴാണ് നോട്ടീസ് ചെയ്തത്. അപ്പൊ 2 വർഷം മുമ്പുള്ള ഒരു ബ്ലഡ് ലാബ് റിപ്പോർട്ട് എടുത്ത് നോക്കിയപ്പോഴേ അത് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2019 വളരെ കറക്റ്റ് ആയിരുന്ന ആളാണ്. അപ്പൊ അതിങ്ങനെ ഡെയിലി കുറഞ്ഞു വരികയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസിൽ നിങ്ങളുടെ ഒക്കെ ഒരു എക്സ്പീരിയൻസ്. സിവിലിനാണോ മരുന്ന് വരുന്നത് കേട്ടോ. ഗ്രാജുവലി ഡിറ്റോറിയേറ്റ് ആയിട്ട് പോയിക്കണം. സിവിലിനാണ്. സിവിലിന് 1 എമ്മോ 10 എമ്മോ 2 ഡോസ് കൊടുക്കുക. എന്നിട്ട് മറ്റുള്ള സിംറ്റം ഉണ്ടെങ്കിൽ അത് കഴിയുന്ന ഇന്റർഫിയർ നിൽക്കണ്ട, അതൊന്ന് കൊടുത്തിട്ട് ഒരാഴ്ച നോക്കുക, അല്ലെങ്കിൽ പിന്നീട് ഇന്റർഫിയർ ചെയ്യാം സിംറ്റം പ്രകാരവും. അതിന് റേഡിയം 200, റേഡിയം ബ്രോമൈഡ്, എക്സ്റേ 200, ഇതൊക്കെ പ്ലേറ്റ്ലെറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റി വന്നതാണ്. ഇതെല്ലാം ഉണ്ട്. പ്ലേറ്റ്ലെറ്റ്, RBC WBC, പിന്നെ വൈറ്റമിൻ B12. എത്ര സപ്ലിമെന്റ് എടുത്തിട്ടും ഇതൊന്നും അയൺ തന്നെ സിബിലിനെ കൊടുക്കുക. ആദ്യം സിബിലിനെ കൊടുക്കുക. എന്നിട്ട് കാര്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കൂടുന്നില്ലെങ്കിൽ എക്സ്റേ 200 ഡെയിലി ചോദിച്ചു കൊടുക്കുക. റിപ്പീറ്റ് ആയിട്ട് കൊടുക്കാനാണോ? റിപ്പീറ്റ് ആയിട്ട് ഡെയിലി 2 ഡോസ്. ഓക്കെ സാർ. നോക്കിട്ട് പോയി കേട്ടോ. അതിന് നോക്കിട്ട് പിന്നെയും കൂടുന്നില്ലെങ്കിൽ മാത്രം മതി. ഉറപ്പാണ്. ഡിസംബറിലാണ് നോട്ടീസ് ചെയ്ത് കുറഞ്ഞു വന്നോണ്ടേ ഇരിക്കുന്നതാണ്. മാത്രമല്ല ഒരു അക്യൂട്ട് എക്സാസർബേഷനുള്ള രോഗം വന്നിട്ട് പോവുകയാണെങ്കിലും സിഫിലിനും വരും, ആർസനിക്കാലും വരും. പ്രത്യേകിച്ച് അസുഖം വരുന്ന ആളല്ല. ആകെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു. കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ ആർസനിക്കാലും ചിന്തിക്കാം. സിഫിലിനെ എന്തായാലും കൊടുക്കും. ആർസനിക്കാലും ഹൈപ്പോട്ടൻസി വണ്ണം. താങ്ക് യു സർ. ഓക്കെ, അടുത്ത സന്തോഷം സുബൈദ ഡോക്ടറെ. അടുത്ത ജയചന്ദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചു. ഹലോ ഹലോ സുഹൃത്തെ, നമസ്കാരം. ഇപ്പൊ ഒരു മാഡം വന്നൊരു കേസ് പറഞ്ഞത്, ഇതുപോലെ ഒരു കേസ് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഫെറമറ്റും പിന്നെ ലെസിത്തിൻ 3X കൂടെ കൊടുത്തപ്പോ ഒരുപാട് വ്യത്യാസം കണ്ടായിരുന്നു. അതെ അതെ അതെ. പിന്നെ RBC WBC കൂടാനായിട്ട് ഫെറമറ്റും പിന്നെ ലെസിത്തിൻ 3X, കരിക്കപ്പപ്പായ, ഇതൊക്കെ കൂടെ കൊടുത്ത സിഫിലിന് ആദ്യം കൊടുത്തിട്ട് ഇതൊക്കെ കൂടെ കൊടുത്തപ്പോ ഒരുപാട് വ്യത്യാസം കണ്ടു. അതെ അതെ അതെ. അതുപോലെ ഡോക്ടർ നേരത്തെ ഈ ഹെർണിയുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. നമ്മളൊക്കെ ഈ ഹയാറ്റിക് ഹെർണിയക്ക് നമുക്ക് സർജറി അല്ലാതെ മരുന്നിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഹയാറ്റിക് ഹെർണിയക്ക് സർജറി ചെയ്യാൻ പാടില്ലല്ലോ. നമ്മള് അത് മരുന്നില് അത് റിലീഫ് കിട്ടുമോ? മെയിൻ മെഡിസിൻ. വണ്ണം കൊടുത്താലും മതി. ശരി 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 ശരി. ഓക്കെ.
പിന്നെ എനിക്ക് ഒരു കേസ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു മംഗോളിസത്തിൽ പിറന്ന ഒരു കുട്ടി, ഇപ്പൊ 10-32 വയസ്സുണ്ട്, ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിക്ക് പിന്നെ ഗ്യാസ്ട്രിക് അൾസറിന്റെ പ്രോബ്ലം ആണ്. അപ്പോൾ അത് നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ടോയ്ലറ്റിൽ പോയ കഴിച്ച് വരത്തില്ല, പിന്നെ കട്ടി ആഹാരം കഴിക്കത്തില്ല. അതിന് തൈറോയ്ഡ് പ്രോബ്ലം ഉണ്ട്, ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്. അതിന് തൈറോയിഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ കൂടെയാണ് അവർ നമ്മുടെ ട്രീറ്റ്മെന്റിന് വന്നത്. അപ്പോൾ അവർ പറയുന്ന സിംറ്റംസ് ചെക്കപ്പ് ചെയ്തപ്പോഴത്തേക്ക് ഗ്യാസ്ട്രൈറ്റിസ് വന്നിട്ട് ഗ്യാസ്ട്രിക് അൾസറിന്റെ സ്റ്റേജിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് കട്ടി ആഹാരമൊന്നും കഴിക്കത്തില്ല, ലിക്വിഡ് ഫുഡേ കഴിക്കത്തുള്ളൂ. പിന്നെ എപ്പോഴും ഈ ഇക്കിള് പോലെ ഒരു അമ്പക്കം പോലെ എപ്പോഴും കാണിക്കും. ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഹാർഡ് സ്റ്റൂളാണ്, പക്ഷേ എഴുതി വരത്തില്ല. നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ടോയ്ലറ്റിൽ നിന്ന് അമ്മ എത്ര വിളിച്ചാലും അത് കുറച്ച് ഇനിയും ഉണ്ടെന്ന് പറഞ്ഞിരിക്കുകയും അങ്ങനെ ഒരു കുട്ടി വന്നായിരുന്നു. ഞാനതിന് കാർബോജം മാക്ഫോസ് 3X കൊടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ സിവിയർ പെയിൻ പറയുമ്പോൾ ബെൽഡോണ കൂടെ കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ വേറെ ഏതെങ്കിലും ഡ്രഗ്സ് ചിന്തിക്കേണ്ടതുണ്ടോ? കാരണം ഹാർഡ് സ്റ്റൂളാണല്ലേ? അതെ, സ്റ്റൂള് ഹാർഡാണ്, പക്ഷേ സ്റ്റൂള് ഹാർഡാണ്. പിന്നെ ലിക്വിഡ് ഫുഡേ കഴിക്കൂ, കട്ടിയാഹാരം കഴിക്കത്തില്ല, എത്ര നിർബന്ധിച്ചും കഴിക്കത്തില്ല. രാത്രിയിലാണ് പെയിൻ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇയാൾ കവന്ന് കിടക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള. പിന്നെ ഏമ്പക്കം പോലെ ഇങ്ങനെ ബെൽച്ചിങ് പോലെ എപ്പോഴും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. അത് ക്ലിനിക്കിൽ വരുമ്പോഴും തെന്നം പൊട്ടൻസി ഒരു 15 ദിവസം കൂടുമ്പോൾ ഓരോ ഡോസ് കൊടുക്കുക. ഓക്കെ, 2-3 മാസം കൊണ്ട് കൺട്രോൾ ആവത്തുള്ളൂ. ശരി, താങ്ക് യു. അല്ല സാറേ, അത് കമന്ന് കിടക്കുമ്പോഴാ റിലീഫ് കിട്ടുന്നെങ്കിൽ അത് കൊളോസിന്റെ സാറേ? കൊളോസിന്റെ ആണ്. ഇവിടെ സ്റ്റൂളിന്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ അതിനാ പ്രാധാന്യമുള്ളത്. സ്റ്റൂളിന്റെ ക്യാരക്ടറിസ്റ്റിക് വെച്ച് നോക്കുമ്പോഴും മറ്റു വെച്ച് നോക്കുമ്പോൾ പ്ലംബറിനാണ് കൂടുതൽ വരുന്നത്. അതെ, ഹാർഡ് സ്റ്റൂളാണ്, എന്നാലും അത് കഴിഞ്ഞാലും കുട്ടി എഴുതി വരത്തില്ല. അതാണ്. ഡോക്ടർ, അതിന്റെ കൂട്ടത്തില് ഈ കസ്കാര ടിഞ്ചർ കൊടുക്കും. അതൊക്കെ ഞാൻ ഒരുപാട് ഉപയോഗിക്കുന്ന സാധനമാണല്ലേ, പണ്ടൊക്കെ നിർത്തി. കാസ്കരില്ല. അതെ, റെപ്പറ്റീഷൻ എങ്ങനെയാ ഡോക്ടറെ ഈ കൽക്കാരിയുടെ? രണ്ടും കോൺസെൻട്രേഷൻ. അതിന്റെ ഡോസ് എങ്ങനെ കൊടുക്കാം? ടിഞ്ചർ ആകുമ്പോ എത്ര ഇന്റർവെല്ലിൽ കൊടുക്കാം? കുട്ടികൾക്കാണെങ്കിൽ 15 തുള്ളി വെച്ച് 3 നേരം കൊടുക്കും. വലിയവർക്കാണെങ്കിൽ 20 ഡ്രോപ്സ് വെച്ച് 3 നേരം കൊടുക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇനി 2 മിനിറ്റേ ഉള്ളൂ, നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അത്യാവശ്യം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം കൂടെ ഉണ്ടെങ്കിൽ ചോദിക്കാം. 1 മിനിറ്റ്. ഇല്ല, ഏകദേശം 29 അപ്പൊ സാറിന് എന്തെങ്കിലും പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാനുള്ള എനിക്ക് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ. രോഗം നന്നായിട്ട് ഡയഗ്നോസ് ചെയ്യുക. ആ ഡയഗ്നോസ് ചെയ്തിട്ട് വേണം റെഫർ ചെയ്യാൻ വേണ്ടി. റെഫർ ചെയ്യുന്ന കേസിന് ഡയഗ്നോസ് ചെയ്ത് റെഫർ ചെയ്യാവൂ. അപ്പോഴേ നമ്മൾ ഹോമിയോപ്പതിക്കാരന് വിലയും ഉണ്ടാവുള്ളൂ. കഴിയുന്നത് നമ്മൾ വെച്ച് കളിപ്പിക്കാതെ നോക്കുക. 2 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് ഒരു അക്യൂട്ട് പെയിൻ മാറുന്നില്ലെങ്കിൽ അത് റെഫർ ചെയ്യുക. എന്തായാലും ഓക്കെ, അപ്പം നല്ല നിർദ്ദേശമാണ് സാറ് പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ് വളരെ നല്ല ഒരു സെഷനായിട്ടാണ് പോയത്. സാറ് ആമുഖമായി ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. സംശയങ്ങൾ ഒത്തിരി പേര് ചോദിച്ചു, അവരുടെ സംശയങ്ങളും നിവാരണം ചെയ്തു. സാറിനോടൊപ്പം ഹരിഹരൻ സാറും വേണുഗോപാൽ ഡോക്ടറും ഒക്കെ പങ്കെടുത്തു. എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. വളരെ നല്ലൊരു സെഷനായിരുന്നു ഇന്ന്. സമയം നമുക്ക് വേണ്ടി സൂമിന് വേണ്ടി മാറ്റിവെച്ച് പങ്കെടുത്ത സേട്ട് സാറിന്, നമ്മുടെ ആദരണീയനായ പ്രസിഡന്റിന് വളരെ ആദരവ് പറയുന്നു. അതുപോലെ ഹരിഹരൻ സാറിനും വേണുഗോപാൽ സാറിനും എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ ഇന്നത്തെ സൂമിലെത്തിയ എല്ലാ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും സ്റ്റുഡൻസിനും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പിന്നെ ഒരു ചെറിയ സന്തോഷ വാർത്ത ഉണ്ട്. ഇത് ഈ 20-ാം തീയതി എൻ്റെ മകളുടെ ബെട്രോത്തലാണ്.
കല്യാണം നിശ്ചയമാണ്. അതെല്ലാവരെയും ഒന്നും കൂടുതൽ വിളിക്കുന്നില്ല. കല്യാണം വരുന്നത് ജൂലൈ 27-ാം തീയതിയാണ്. ഇത് ഇപ്പോഴേ അഡ്വാൻസ് ആയിട്ട് എല്ലാ IFH മെമ്പേഴ്സിനെ ക്ഷണിക്കുക. കത്തില്ലെങ്കിലും അവിടെ വന്നിരിക്കണം. തീർച്ചയായും വന്നിരിക്കുക. കോഴിക്കോട് തീർച്ചയായും വന്നിരിക്കുക. കത്തുകളെയും ഞാൻ മിക്കവാറും പോസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ കേട്ടോ. എങ്ങനെയല്ല, നമ്മളെ സൂമിൽ പോസ്റ്റ് ചെയ്യത്തുള്ളൂ. അത് നല്ലത് അല്ലേ? ഓക്കെ, അത് മതി. ഇത് ഒരു അറിയിപ്പായിട്ട് ഞങ്ങൾ എല്ലാവരും എടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. പ്രാർത്ഥിക്കുക. കാരണം ബെട്രോത്തലിന് ഞങ്ങള് അവര് 20 വരെ വരുന്നുള്ളെന്ന് പറഞ്ഞേ. അപ്പോൾ നമുക്ക് ആളുകളെ കൂട്ടാൻ നിർത്തി. എന്നിട്ടും ഒരു 100 വരെ ഉണ്ട്. കുടുംബക്കാരെന്നും ഉണ്ട്. 100 മേളിൽ ആൾക്കാരുണ്ട്. മോള് ഹോമിയോപ്പതി ഞാൻ പഠിച്ച കോളേജിൽ പഠിച്ചു. പാസ്സായി ഇന്റേൺഷിപ്പിലാണ്. ട്രിവാൻഡ്രത്താണ് പഠിച്ചത്. ഞാൻ ചേട്ടനൊക്കെ പഠിച്ച കോളേജാണ്. മരുമോൻ എഞ്ചിനീയറാണ്. PhDയിലെ ഉദ്യോഗസ്ഥനാണ് ഇപ്പൊ. അവന്റെ അച്ഛൻ മരിച്ച കാരണം ആ ജോലി പെട്ടെന്ന് കിട്ടിയവന്. തൃശ്ശൂർ പേരൂർ. മറ്റേ വാട്ടർ അതോറിറ്റിയിലാണ് ജോലി കേട്ടോ. അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ, സന്തോഷം. അപ്പോ